സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ സ്ക്രീൻ വിസിബിൾ ആണോ? സോ നമ്മൾ ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത് നമ്പർ സിസ്റ്റവും 23-ലെ പി വൈക്കും 25-ലെ പി വൈക്കും റീഡിംഗ് കോംപ്രിഹെൻഷനും പഠിക്കാണ്. അപ്പൊ ഞാനത് കവർ ചെയ്തെടുക്കാം. സോ നമുക്കിവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 2025-ലെ പി വൈക്യൂലെ ഡുവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. ഓക്കെ, സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ വിസിബിൾ ആണോ എന്ന് റെസ്പോണ്ട് ചെയ്ത്. വിസിബിൾ ആണോ? കാണുന്നുണ്ടോ? ഓക്കെ, 25-ലെ പി വൈ ക്യൂ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്? നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞേ, റെസ്പോണ്ട് ചെയ്തേ. പി വൈക്ക് നിങ്ങൾ ചെയ്തതല്ലേ? 25-ലെ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ നമ്മൾ ഡുവബിൾ ആയിട്ടുള്ള നമുക്ക് ഫസ്റ്റ് റൗണ്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അതിലെ ബാക്കി ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാം. ആദ്യം ഇതും നോക്കാം. സോ ഫസ്റ്റ് പറയാനുള്ള ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. 8 നോക്കിയേ. 8 ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? റെസ്പോണ്ട് ചെയ്തേ. 8 ഒരു 1 മിനിറ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ടൈം കൊടുക്കുക, എന്നിട്ട് ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നോക്കാം. ഇപ്പോൾ നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. ആദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളത് വാട്ട് കംസ് അറ്റ് എക്സ് ആൻഡ് വൈ റെസ്പെക്റ്റീവ്ലി ഇൻ ദ ഫോളോയിങ് സീക്വൻസ്. സീക്വൻസിൽ എക്സിനെ വൈന്റെ സ്ഥാനത്ത് എന്ത് വരും നോക്കാം. ഇവിടെ പറഞ്ഞ ഇൻഫോർമേഷൻ നോക്കുമ്പോൾ നമുക്കിവിടെ ജാൻവരി മന്ത്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ജാൻവരി കഴിഞ്ഞിട്ട് ഇവിടെ എന്താ ഫസ്റ്റ് മന്ത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ ഇങ്ങോട്ട് +0 ആണ്. പിന്നെ ഇങ്ങോട്ട് എന്താ ഇതിലേക്ക് വന്നപ്പോൾ -1. ഡിസംബർ ആദ്യം ജാൻവരിയിൽ നിന്ന് ഫസ്റ്റ് മന്ത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ 0 ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെന്താ ഒന്നും ആയിട്ടില്ല. പിന്നെ -1 ആണ്. പിന്നെ നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ഈ കാര്യം ഒന്ന് മനസ്സിലാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ആ മന്ത്സ് ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പം ഇവിടുന്ന് 0, പിന്നെ ഇവിടുന്ന് എന്താ ജാനുവരിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് -1 ചെയ്ത് ഡിസംബർ കിട്ടി. പിന്നെ ഡിസംബറിൽ നിന്ന് ഒക്ടോബർ കിട്ടാൻ നവംബർ, ഒക്ടോബർ -2 ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി പാറ്റേൺ അറിയില്ല. ഇനി ഇവിടെ നോക്കിയേ, ഇതിപ്പം ആദ്യം 0 വന്നു, പിന്നെ -1 വന്നു, -2 വന്നു. ഇനി നമുക്ക് ഇതേപോലെ പോവുകയാണെങ്കിൽ -3 ഒന്ന് നോക്കി നോക്കാം. ഒക്ടോബറിൽ നിന്ന് -3 ചെയ്യുമ്പോൾ സെപ്റ്റംബർ, ഓഗസ്റ്റ്, ജൂലൈ. ജൂലൈക്ക് ചാൻസ് ഉണ്ട്. ജൂലൈ നോക്കാം. ജൂലൈ ഇവിടെ ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കണം? ഇവിടെ നമ്മൾ -3 ആണ് ചെയ്തത്.
ഈ -4 കഴിയുമ്പോൾ മാർച്ച് കിട്ടുമോ നോക്കാം. സോ ജൂൺ 1, 2, 3, 4 -4 ചെയ്തപ്പോൾ മാർച്ച് കിട്ടി. അപ്പൊ പാറ്റേൺ എങ്ങനെയാ പോകുന്നത്? ആദ്യം 0 വന്നു, -1 വന്നു, -2 വന്നു, -3. -3യിൽ നമ്മൾ ജസ്റ്റ് ഒന്ന്, കാരണം 0 വന്ന്, -1 -2 വന്നപ്പോൾ -3 ആവാം എന്ന രീതിയിൽ ഇട്ട് കൊടുത്തതാണ്. അപ്പം -3 അവിടെ ജൂലൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അടുത്ത തന്നിട്ടുണ്ട്, ആ എക്സ് കഴിഞ്ഞ അടുത്ത ടേം തന്നിട്ടുണ്ട്. അപ്പം അതേ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ -4ൽ മാർച്ച് കിട്ടണം. അപ്പൊ ജൂലൈ ഞാൻ കണ്ടുപിടിച്ചു, എന്നിട്ട് -4 ചെയ്തോ മാർച്ച് കിട്ടി. അപ്പൊ എനിക്ക് എന്ത് കൺഫേം ചെയ്യാൻ പറ്റി? പാറ്റേൺ അതേ രീതി തന്നെയാണ്. അപ്പം ഇപ്പൊ -4 ആണ്. അടുത്തത് ഇവിടെ എന്താ? മാർച്ച് കഴിഞ്ഞിട്ട് -5 ആണോ നോക്കാം. ഇവിടെ എന്താ? 1, 2, 3, 4 -5 ആണ്, ഇവിടെ -5 ആണ്. അപ്പൊ അടുത്ത് എന്താ? -6 ആയിരിക്കും. സോ -6 പറയുമ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6 ഏപ്രിൽ വരും. ഒരു മിനിറ്റ്. 1, 2, 3, 4, 5, 6. ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കിപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ നമുക്ക് മനസ്സിലായി, റിലേഷൻ പോകുന്നത് 0 വന്നു, -1 വന്നു, -2 വന്നു, -3 വന്നു. ഇപ്പൊ നമുക്ക് ആ രീതിയിൽ പറയുമ്പോൾ നമുക്ക് എന്താ, ഇവിടെ മാർച്ച് -4 ആണ്, ഒക്ടോബർ -5 കിട്ടിയത്. ഇനി ഒക്ടോബർ കഴിഞ്ഞാൽ -6 ആണ്. ഒക്ടോബറിൽ നിന്ന് -6 പോകുമ്പോൾ 1, 2, 3, 4, 5, 6 ഏപ്രിലാണ് വൈയുടെ സ്ഥാനത്ത് വരിക. സോ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, ജൂലൈന്ന് ക്രാക്ക് ചെയ്താൽ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ എക്സിന്റെ വാല്യൂ ജൂലൈ എന്നാണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ജൂലൈ മെയ് ഉണ്ട്, ജൂലൈ ഏപ്രിൽ ഉണ്ട്. നമുക്ക് ഏപ്രിൽ നിന്ന് കിട്ടിയതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. ഓക്കെ ആണോ? സാർ എങ്ങനെയാണ്? സാർ ഇത് ഉം. മനസ്സിലായില്ല സാർ. കാരണം ഇപ്പം ഡിസംബറിൽ -1 എടുത്തില്ലേ? അപ്പൊ ഡിസംബറിൽ -1 എടുത്തു, പിന്നെ -2 ആണ് പോകുന്നത്. അല്ല, -2 എന്ന് പറയുമ്പോൾ ആ ഓർഡറിൽ നമുക്ക് നോക്കുമ്പോൾ ഒക്ടോബറിലേക്ക് പെട്ടെന്ന് ചാടാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ലല്ല, ഡിസംബർ കഴിഞ്ഞിട്ട് എന്താ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജാനുവരി കഴിഞ്ഞ് -1 എന്താ ഡിസംബർ ആയി. ഡിസംബറിൽ നിന്ന് -2 എന്താ നവംബർ, ഒക്ടോബർ. അല്ല, -1 പ്ലസ് -1 അല്ലേ? അങ്ങനെ അല്ലല്ല അല്ലല്ല, ഇതൊക്കെ അല്ല. മൈനസ് എന്ന് വരാൻ കാരണം എന്താ, നമ്മൾ ബാക്കോട്ട് പോകുന്നോണ്ടാ മൈനസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അപ്പൊ ഇപ്പൊ ഡിസംബർ കഴിഞ്ഞിട്ട് എന്താ? ജാനുവരി ഡിസംബർ 1 കഴിഞ്ഞിട്ട് ആയിട്ട് എന്താ? ജാനുവരി 1 ഡിസംബർ ആയിട്ട് എടുത്തോ? അല്ല, ഡിസംബർ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ജാനുവരിയിൽ നിന്ന് ഡിസംബർ കിട്ടി. ഡിസംബറിൽ നിന്ന് -2 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇപ്പൊ ഡിസംബർ 12th മന്ത് ആണെങ്കിൽ അതിൽ നിന്ന് -2 ചെയ്താൽ എന്താ കിട്ടുക? 10th മന്ത് അല്ലേ കിട്ടുക? അതല്ല ഒക്ടോബർ. ഓക്കെ. പിന്നെ -2 കഴിഞ്ഞാൽ ഇപ്പം ഒക്ടോബർ എന്താ 10th മന്ത് ആണ്. അതിന് -3 ചെയ്താൽ എന്താ കിട്ടുക? നമുക്ക് 7th മന്ത് കിട്ടും, ജൂലൈ കിട്ടും. അതാണ് ജൂലൈ, ജൂലൈ വന്ന് -3 ചെയ്തപ്പോ. -3 നമുക്ക് ഓക്കെ. ഇങ്ങനെയും ഓക്കെ. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്തു പോവാം, അല്ലെങ്കിൽ സെപ്റ്റംബർ, ഓഗസ്റ്റ്, ജൂലൈ. അല്ല സാർ, ഇപ്പൊ ഇതിന്റെ സീറോ കണ്ടീഷൻ അപ്പൊ എങ്ങനെ എടുത്തോ സാറ്? അല്ല, സീറോ കണ്ടീഷൻസ് അല്ല, അവർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് അവര് അടുത്ത ടേമും അത് കഴിഞ്ഞിട്ടുള്ള ടേമും തന്നിട്ടുള്ളത്. ഇവര് ഇവിടെ ഇതില് ജാനുവരി എന്ന് ഒന്ന് കണ്ടു, അതാണ്. ആ അതായത് അവിടെ നമുക്കത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ, അവിടെ പാറ്റേൺ നമുക്ക് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ ആ ടേംസ് മുതൽ ഒക്ടോബർ വരെ കംപ്ലീറ്റ് ആയി തന്നിട്ടുള്ളത്. ഉം. അപ്പൊ നമുക്ക് പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ ജാനുവരി ജാനുവരി തന്നെ ഒരു മാറ്റം അവിടെ ഒന്നും ചെയ്തില്ല. അപ്പൊ 0 ആണ്, അവിടെ 0 ആണ്. പിന്നെന്താ,
പിന്നെയാണ് നമുക്ക് ഒരു പിന്നെന്താ വരുന്നത്, പിന്നെ -1 ചെയ്യുന്നത്, പോസിറ്റീവ് ക്വാണ്ടിറ്റി അല്ല പോകുന്നത്, -1 ചെയ്യുന്നു, -2 ചെയ്യുന്നു. അപ്പൊ ആ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഇവിടെ മുതൽ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പാറ്റേൺ എങ്ങനെയാ പോകുന്നത്, ബാക്കിലോട്ടാണ് പോകുന്നത്. നമ്മൾ മൈനസ് കൊടുക്കാനെന്താ, ബാക്കിലോട്ട് പോകുന്നതുകൊണ്ടാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ഓക്കെ -1 വന്നു, -2 വന്നു, പിന്നെ -3 കൺഫേം ആയിട്ടില്ല. നമ്മൾ -1 -2 വന്നാൽ -3 ആയിരിക്കാം എന്ന് കൊടുത്തിട്ട് ഞാൻ ജൂലൈ കണ്ടുപിടിക്കുന്നു. അവിടെ -3 ആണെങ്കിൽ അടുത്തത് എന്താണ്, ജൂലൈ എക്സ് കഴിഞ്ഞ -4 മാർച്ച് കിട്ടണം. -4 മാർച്ച് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുമ്പോഴാണ് ഇത് ജൂലൈ ആണ് കൺഫേം ചെയ്യാൻ പറ്റുക. ഓക്കെ പിന്നെ -5 -6 -4 വന്നു, പിന്നെ മാർച്ചിൽ നിന്ന് -5 ഒക്ടോബർ കിട്ടി. അടുത്തത് എന്തായിരിക്കും, ഇതേ പാറ്റേണിൽ പോകുമ്പോൾ എന്തായിരിക്കും, -6 ആയിരിക്കും. ഇനി ഏപ്രിൽ കഴിഞ്ഞ് സെപ്റ്റംബർ കിട്ടണമെങ്കിൽ -7 ചെയ്യണ്ടേ. ഏപ്രിലിൽ നിന്ന് -7 ചെയ്യുമ്പോൾ എന്താ 1 ഇതില്ല, ഏപ്രിലിൽ കൂട്ടാൻ പറ്റില്ല. ഏപ്രിലിൽ നിന്ന് -7 ചെയ്യുമ്പോൾ നമുക്ക് എന്താ, ഒരു മിനിറ്റ്, ഇവിടെ എന്താ, ഇവിടെ നമുക്ക് 1 2 3 4 5 6 7, നമുക്ക് 7 -7 ചെയ്യുമ്പോൾ സെപ്റ്റംബർ കിട്ടും. അപ്പം ആ രീതിയിലാണ് പാറ്റേൺ പോകുന്നത്. എങ്ങനെയാ, 0 വന്നു, -1 വന്നു, -2 വന്നു, -3 വന്നു, -4 വന്നു, -5 വന്നു, -6 വന്നു, -7 വന്നു. അങ്ങനെയാണ് പാറ്റേൺ പോകുന്നത്. റെഡിയാണോ? ഓക്കെ ഓക്കെ മനസ്സിലായോ? ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് 16 നോക്കിയാൽ 16th ക്വസ്റ്റ്യൻ. 16 സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, റെസ്പോണ്ട് ചെയ്ത്. ഒരു 2 മിനിറ്റ്സ് എടുക്കുക, ഒന്ന് ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക.
ഇവിടെ നോക്കാം. നമുക്ക് 7 ഇൻറ്റു, നമുക്കിവിടെ എന്തോ ഒരു കാര്യം തന്നിട്ടുണ്ട്. 7 ഇൻറ്റു നമുക്ക് സ്റ്റാർ പോലത്തെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. അത് താൻ ചെയ്തപ്പം 7 അതിനിടയിൽ ഇതൊരു ഓപ്പറേഷൻ ചെയ്യുന്നു, 25 ആൻസർ കിട്ടിയിട്ടുണ്ട്. പിന്നെ 12 ചെയ്യുന്നു, അതിനിടയിൽ ഒരു ഓപ്പറേഷൻ ചെയ്ത് 16 ആൻസർ കിട്ടുന്നുണ്ട്. അതേപോലെ അങ്ങനെയാണെങ്കിൽ 16ഉം 63യും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ആൻസർ കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, നമുക്ക് ഇവിടെ 7 ഇൻറ്റു 24 എന്തായാലും അല്ല, 7 പ്ലസ് 24 31 ആണ്. അപ്പൊ നമുക്കിവിടെ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 7 ഇൻറ്റു 24 എന്തായാലും 25 തരില്ല. 7 പ്ലസ് 24 എന്തായാലും 25 അല്ല. കാരണം 7 പ്ലസ് 24 31 ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ലോജിക് എന്ന് വെച്ചാൽ, ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാൻ ഒരു അറ്റംപ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചെയ്യുക. പക്ഷേ ഞാൻ ഇത് ഇപ്പൊ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം വെച്ചാൽ ഇതിന്റെ റീസൺ, കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ചില ക്വസ്റ്റ്യൻസ് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു വട്ടം നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ സമയത്ത് മൊമെന്റിൽ ലീവ് ചെയ്യുക. പക്ഷെ പിന്നീട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ എന്തായാലും ചെയ്യണം, ഇതിൽ എന്തെങ്കിലും സിമ്പിൾ ലോജിക് ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കി പിന്നീട് മാറ്റി വെക്കുക. പക്ഷെ സെക്കൻഡ് റൗണ്ട് നിങ്ങൾ വന്നിട്ടും നിങ്ങൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒരു 5-6 മിനിറ്റ് ഇതിൽ കൊടുത്തിട്ട് സോൾവ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം ചില സമയത്ത് നമുക്ക് എക്സാം മൊമെന്റിൽ കിട്ടണമെന്നില്ല. അതിന് പകരം നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിന്നിട്ട് ബാക്കി ഉള്ള ക്വസ്റ്റ്യൻസിന് പ്രയോറിറ്റി കൊടുക്കാതെ പോകരുത്. അപ്പം ഒരു ഫസ്റ്റിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. സെക്കൻഡ് റൗണ്ടിൽ ഒരു 2 to 3 minutes വരെ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ സോൾവ് ചെയ്യാൻ ഒരു പാറ്റേൺ കിട്ടുന്നില്ലെങ്കിൽ ഇത് ലീവ് ചെയ്യാം. അത്രയും പറയാനുള്ളൂ. ചിലപ്പോൾ നമുക്ക് പാറ്റേൺസ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഫ്രെയിം ചെയ്യുന്നത്. നമ്മൾ ആ ആലോചന പോവില്ല അങ്ങനെ. ഓക്കെ, ഇപ്പം ഇവിടെ വന്ന പാറ്റേൺ എന്ന് വെച്ചാല്, ഒരു പൈതഗോറസ് തിയറത്തിന്റെ പ്രോപ്പർട്ടി വെച്ച് പൈതഗോറസിയൻ ട്രിപ്ലെറ്റ്സ് പറയും. പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൈതഗോറസ് തിയറം അത് ഫോളോ ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ്. അങ്ങനത്തെ ഒരു പൈതഗോറസ് തിയറം ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പം ഒരു അവിടെ ഗ്രേറ്റർ ലെങ്ത് വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ട് ചെറിയ ലെങ്ത് വരുന്ന നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചത് ആഡ് ചെയ്തിട്ട് റൂട്ട് എടുക്കുന്നതാണെന്ന് പറയാം. ആ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് പറയാം. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ 3യും, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 3യും 4ഉം 5ഉം ഒരു പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. അപ്പം കാരണം വെച്ചാല് നമുക്ക് എന്താ 3² പ്ലസ് 4² എന്താ നമുക്ക് 25 ആണ്. 25 പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഈ 3 നമ്പേഴ്സ് എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? പൈതഗോറിയൻ പൈതഗോറിയൻ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്ന നമ്പേഴ്സാണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് പറയാം. അത് കൂടാതെ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാൻ 3യും 4ഉം 5നെ കൊണ്ട് ഒരേ നമ്പറിനെ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പം 3യും, എക്സാമ്പിൾ ഞാൻ എല്ലാ നമ്പറിനെയും 3യും 4ഉം 5ഉം പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണെങ്കിൽ ആ 3 നമ്പേഴ്സിനെയും ഒരേ നമ്പറിനെ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തതിനെ, ഞാൻ ഈ 3 നമ്പേഴ്സിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 30, 40, ഇവിടെ എന്ത് കിട്ടും? 50 കിട്ടും. 30, 40, 50 കിട്ടും. ഇവര് എന്തായിരിക്കും? പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആയിരിക്കും. അവരുടെ സെയിം മൾട്ടിപ്പിൾ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മൾട്ടിപ്പിൾസ് വരുന്ന വാല്യൂ എന്തായിരിക്കും? പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആയിരിക്കും. ഇപ്പം 6, ഈ എല്ലാ നമ്പേഴ്സിനെയും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6, 8, 10 വരും. ഇതും എന്തിന് എക്സാമ്പിളാ? 3, 4, 5 പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണെങ്കിൽ ഈ 3 നമ്പേഴ്സ് ഞാനിപ്പം എല്ലാ നമ്പേഴ്സിനെയും 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അവരും എന്ത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കുമെന്നാണ് അതിന്റെ റൂൾ വരുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇവർ ഈ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കാം. നമുക്ക് 7ന്റെ സ്ക്വയർ നമുക്ക് 49 ആണ്. ഓക്കെ, 49. അതുപോലെ 24ന്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. 16 വരും, 1 ബാലൻസ് വരും, 4 2 8, 9 വരും, ഇവിടെ 8 വരും. സം ചെയ്യുമ്പോൾ എനിക്ക് 6 കിട്ടും. ഇവിടെ 17 വരും, 576 വരും. ഓക്കെ, ഒരു മിനിറ്റ്. 576 വരും. അപ്പം ഇവിടെ 49 പ്ലസ് 576 is equal to 625 ആണ്. 625 ആണ്. 25യുടെ സ്ക്വയർ ആണ് 625. അപ്പൊ ആ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആവുന്നുണ്ടോ? കാര്യം മനസ്സിലാവുന്നുണ്ടോ? 12ന്റെ സ്ക്വയർ
144 ആണ്. 16ന്റെ സ്ക്വയർ 16 × 16 36 3 വരും. ഇവിടെ സോറി 6 1 9 16 വരും. ഇവിടെ 256 വരും. 256ന്റെ കൂടെ ഇവിടെ എന്താ 144 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 400 കിട്ടും. അപ്പം ഇതാണ് ഇവിടെ 12 സ്ക്വയർ 144, ഇത് 256, ഇതെന്താ ആഡ് ചെയ്യുമ്പോൾ 400 കിട്ടും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാര്യം പ്രോപ്പർട്ടി മനസ്സിലായോ? എങ്ങനെയാണ് ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ പ്ലസ് സെക്കൻഡ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ 16ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, പ്ലസ് ബാക്കിയുള്ളത് ചെയ്യണം. നമുക്ക് നോക്കാം. ഈ രീതിയിൽ 16ന്റെ സ്ക്വയർ നമുക്ക് 256 കിട്ടി. 256 പ്ലസ് 63. ഒരു മിനിറ്റ്. ഇവിടെ എന്താ 16ന്റെ സ്ക്വയർ വരും. 63 വരുമ്പോൾ നമുക്ക് 63 × 63 9 വരും. 18 വരും. എഗെയിൻ 18 1 ബാലൻസ് ഉണ്ടാവും. 36ഉം 37 ആവും. നോക്കാം. 9 ഇവിടെ നമുക്ക് ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ 8 9 വരും. 3 16ന്റെ സ്ക്വയർ സോറി 63യുടെ സ്ക്വയർ 3969 പ്ലസ് നമുക്ക് എന്താ 256. ഇനി നമുക്കിത് സം ചെയ്യുമ്പം ഇവിടെ എന്ത് വന്നാലും വൺസ് പ്ലേസിൽ 5 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പം നമുക്ക് 70യുടെ സ്ക്വയർ ആണോ 66ന്റെ സ്ക്വയർ ആണോ 65യുടെ സ്ക്വയർ ആണോ 64ന്റെ സ്ക്വയർ ആണോ എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള റൂൾ എന്താ? എന്ത് അടിസ്ഥാനത്തിൽ നമ്മൾ 65 ആണെന്ന് പറയാൻ പറ്റുക? കാരണം എന്താ വെച്ചാൽ ഇപ്പം ഇതിന്റെ ആൻസർ 70 ആണെന്നെങ്കിൽ അതിന്റെ വൺസ് പ്ലേസിൽ 0 ആണ് വരിക. ഇതിന്റെ ഇതാണെങ്കിൽ നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. 66 ആയതുകൊണ്ട് ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ 6 ആണ് വരിക. ഇവിടെ ആണെങ്കിൽ 4ഉം ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ 6 ആണ് വരിക. ഇതിൽ മാത്രം നമുക്ക് വൺസ് പ്ലേസിൽ എന്ത് കിട്ടി? 5 ആൻസർ കിട്ടി. അപ്പൊ വൺസ് പ്ലേസിൽ ഈ ഓപ്ഷൻ എടുത്താൽ മാത്രമേ വൺസ് പ്ലേസിൽ 5 വരുള്ളൂ. ഓക്കെ, ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സി വിൽ ബി ദി ആൻസർ. ഓക്കെ ആണോ? റെഡി ആവുന്നുണ്ടോ? ഓക്കെ, ഇവിടെ നമ്മൾ ഇതൊരു ഡിഫറെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? അവര് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു പ്രോപ്പർട്ടി ഇവരെ നമുക്ക് അല്ലാണ്ട് നോക്കുമ്പോൾ ആ ഇടയ്ക്കുള്ള ഓപ്പറേഷൻ പ്ലസ് ആവണമെന്നില്ല. ചിലപ്പോൾ ഇനി അടുത്തതിൽ വരുമ്പോൾ വേറെ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ എന്തോ ആവാം. പക്ഷെ ഇവിടെ യൂസ് ചെയ്തത് എന്താ? പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന പൈതഗോറസ് തിയറത്തിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്തത്. ഓക്കെ, സാർ ഇത് പെട്ടെന്ന് നമുക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റൂലല്ലോ, അപ്പൊ ഇത് ടൈം കൺസ്യൂമിങ് അല്ലേ? അതാ പറഞ്ഞ ഞാൻ ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷെ ഫസ്റ്റ് റൗണ്ടിൽ ഇതൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഇതിന് മുമ്പ് ഇപ്പൊ നെക്സ്റ്റ് ഇയർ അപ്കമിങ് പ്രിലിംസിൽ ചോദിക്കുകയാണെങ്കിൽ ഇതിന് മുമ്പ് ചോദിച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നു, നമ്മൾ പൈതഗോറിയൻ ട്രിപ്പിൾസ് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ല, ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് കൊടുത്ത് കിട്ടുന്നില്ല എങ്കിൽ അത് സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലേക്ക് മാറ്റി വെക്കുക. പക്ഷെ നിങ്ങൾ ഒരു വട്ടം കൂടി ഇതിന് സെക്കൻഡ് റൗണ്ടിലേക്ക് തേർഡ് റൗണ്ടിലേക്ക് മാറ്റി വെച്ചാൽ ഒരു അറ്റംപ്റ്റ് കൂടി, അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതത്ര ലെങ്ത് ഉള്ള ക്വസ്റ്റ്യൻ അല്ല. എന്തൊരു ലോജിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ സെക്കൻഡ് റൗണ്ടിൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യരുത്. കാരണം ഈ ക്വസ്റ്റ്യന് 2.5 മാർക്സ് ആണ്, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം 2.5 മാർക്സ് ആയിരിക്കും. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ലെങ്ത് കൂടിയാലും ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റാൻ കുറച്ചുകൂടി ഇതിനെക്കാളും ഈസി ആയിട്ട് ചിലപ്പോൾ ചെയ്യാൻ എളുപ്പത്തിൽ കിട്ടും. അപ്പൊ നമ്മള് ചെറിയൊരു പ്രയോറിറ്റി കൊടുക്കുക, പക്ഷെ ഒരുപാട് ടൈം ഇതിൽ സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. കാരണം ലോജിക് ചിലപ്പം കിട്ടാം, ചിലപ്പം കിട്ടാതിരിക്കാം. കാരണം എക്സാം പ്രഷറിൽ എഴുതുമ്പോൾ നമുക്ക് ചിലപ്പോഴേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് 18 നോക്കിയേ. 18ൽ നമുക്ക് കുറച്ച് ലോജിക്കൽ എലമെന്റ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കിയേ. ഒരു 2 മിനിറ്റ് എടുക്കുക, പെട്ടെന്ന് സോൾവ് ചെയ്യാം.
ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, looking a four-digit number n is such that when divided by 3, 5, 6, 9 leaves a remainder. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 റിമൈൻഡർ കിട്ടണം. 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 ആണ് റിമൈൻഡർ കിട്ടുന്നത്. 5നെ കൊണ്ട് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ കിട്ടണം. 6നെ കൊണ്ട് ചെയ്യുമ്പോൾ 4 റിമൈൻഡർ കിട്ടണം. 9 കൊണ്ട് ചെയ്യുമ്പോൾ 7 റിമൈൻഡർ കിട്ടണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ ഇതേ ഇപ്പം നമുക്ക് എടുക്കുന്ന നമ്പറിന് എല്ലാവരും 3നെ കൊണ്ട് ചെയ്താൽ 1, 5നോട് 3, അങ്ങനെ ആ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന തന്ന ഗ്രൂപ്പിലെ ഏറ്റവും നമുക്ക് തന്ന ഓപ്ഷൻസിലെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്തായിരിക്കും എന്നാണ്. അപ്പൊ നമ്മള് അതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഈ പ്രോപ്പർട്ടി, ഇത് തന്നതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഈ പ്രോപ്പർട്ടി കാണിക്കണമെന്നില്ല, പക്ഷെ ഈ പ്രോപ്പർട്ടി കാണിക്കുന്ന നമ്പറിനെ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം 2 നമ്പേഴ്സ് ഈ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിരിക്കണം എടുക്കേണ്ടി വരിക. അങ്ങനെയും തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് പ്രോപ്പർട്ടി കാണിക്കുന്ന നമ്പറിനെയാണ്. ഇപ്പൊ ഇതിൽ ചില ഓപ്ഷൻസ് എനിക്ക് നോക്കേണ്ട കാര്യം പോലും ഇല്ല. അത് അങ്ങനെ എനിക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിലൊരു ചില ഓപ്ഷൻസ് എനിക്ക് നോക്കേണ്ട കാര്യം പോലും ഇല്ല, അത് ഒരിക്കലും ആൻസർ ആവില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് ഓപ്ഷൻ എ പറയാൻ പറ്റും. കാരണം എനിക്ക് ഓപ്ഷൻ എയിലെ ഡിജിറ്റുകളുടെ സം എടുക്കുമ്പോൾ 1 + 0 + 6 + 8 എന്ന് പറഞ്ഞാൽ സം 15 എന്ന് വരും. സം 15 ആണെങ്കിൽ അതെന്താ ഡിവിസിബിൾ ബൈ 3 ആണ്. 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 1 വരില്ല. അപ്പൊ എന്താ ഇവിടെ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 1 കിട്ടണം. ഈ ഓപ്ഷൻ എന്തായാലും ആൻസർ വരില്ല. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഇനി വേറൊരു കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം ഒരു മിനിറ്റ്. ഓക്കെ, ഇതില് എനിക്ക് 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടണം. എനിക്ക് 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ 3 കിട്ടണം. നോക്കുമ്പോൾ ഇവിടെ ഞാൻ 7-1, കാരണം നമ്മൾ 5 ഡിവിസിബിലിറ്റി റൂൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആവുകയാണെങ്കിൽ അതൊന്നെങ്കിൽ അതിന്റെ ലാസ്റ്റിൽ 0 വരണം, അല്ലെങ്കിൽ എന്താണ് 5 വരണം. 1072 നോക്കുമ്പോൾ 1070 എന്താണ് 5നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. നമ്മൾ 1072ല് 1070 എന്താ 5നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. 1070 ഡിവിസിബിൾ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് 1072ലേക്ക് 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് റിമൈൻഡർ വരെ, എനിക്ക് 3 റിമൈൻഡർ കിട്ടാം. ഇതൊരിക്കലും ഞാൻ ആൻസർ ആവില്ല. അതേപോലെ 1082 നോക്കുമ്പോൾ 1080 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. അത് കഴിഞ്ഞ് 1082 വരുമ്പോൾ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയും 2 ആണ് റിമൈൻഡർ വരെ, എനിക്ക് 3 കിട്ടില്ല. അപ്പം ഈ ഓപ്ഷൻസും എനിക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് എന്ത് ആൻസർ പറയാൻ പറ്റും? 1078. ബാക്കി എല്ലാ ഓപ്ഷൻസും പല റീസൺസ് വെച്ച് ഞാൻ എലിമിനേറ്റ് ചെയ്തു. ഇനി ഇതിൽ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എക്സാം പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇത് ആൻസർ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 1078 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 വരും, സോറി ഇവിടെ 3 വരും, 9 വരും, 17 വരും. 17ൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 5 കൊടുക്കാം, 15 വരും. 15ൽ 28 വരും. ഇവിടെ എന്താ 9 27 വരും. 1 റിമൈൻഡർ വന്നു. 3നെ കൊണ്ട് 3ന്റെ കാര്യത്തിൽ ഓക്കെയാണ്. 5ന്റെ കാര്യത്തിൽ നമുക്കറിയാം 1075 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് 3 റിമൈൻഡർ വരും. നമുക്ക് ബാക്കിയുള്ള ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം പറയണം. 1078 കൊണ്ട് 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ എനിക്ക് ആൻസർ 16 വരും, 47 വരും. 47ൽ 7, 42, ബാക്കി 58 വരും. 58ൽ എനിക്ക് എന്താണ് 9s are 54, 4 റിമൈൻഡർ വന്നു. അപ്പോൾ 6ന്റെ കാര്യത്തിൽ ഓക്കെ. ഇനി 9ന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ 1078 9 കൊണ്ട് ചെയ്യുമ്പോൾ 1 വരും, 9 വരും, ബാലൻസ് 17 വരും, അഗെയിൻ 1 വരും, 9 വരും, 8 വരും, 88 ആവും. ഇവിടെ എനിക്ക് 9s are 81 വരും, 7 റിമൈൻഡർ വന്നു. അപ്പൊ എനിക്ക് എന്താ 1078 കൊണ്ട് ചെയ്യുമ്പോൾ 3നെ കൊണ്ട് 1 റിമൈൻഡർ കിട്ടി, 5നെ കൊണ്ട് എനിക്ക് 3 റിമൈൻഡർ കിട്ടി, 6നെ കൊണ്ട് 4 കിട്ടി, 9നെ കൊണ്ട് 7 റിമൈൻഡർ കിട്ടി. ഈ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്പർ സി ആണ്. നമുക്ക് ശരിക്കും എക്സാം പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആ ക്ലാരിറ്റി വരാൻ വേണ്ടിയാണ്. നമുക്ക് അല്ലാതെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് പോവാവുന്നതേ ഉള്ളൂ. ക്ലിയർ സാർ ആവുന്നുണ്ടോ? ഇത് LCM മെത്തേഡ് ചെയ്യാൻ പറ്റും, ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ?
എൽ സി എം മെത്തേഡിൽ നമുക്ക് ചെയ്യാം, പക്ഷെ നമുക്ക് അത് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല ഇവിടെ, നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റ്. അല്ല സാർ, എനിക്കൊരു ഡൗട്ട് വന്നാ ഞാനും ഈ എൽ സി എം മെത്തേഡ് ചെയ്തിട്ട് ഒരു സ്റ്റക്ക് വന്നു, അതാണ് ആ, എങ്ങനെയാണ് വരുന്നതെന്ന് ഒരു മനസ്സിലായി. മിനിറ്റ്. എൽ സി എം മെത്തേഡ് എടുക്കുമ്പോൾ നമുക്ക് 3569 എൽ സി എം എടുക്കണം. 3569 എൽ സി എം വരുമ്പോൾ 3നെ കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 വരും, 5 അങ്ങനെ തന്നെ, ഇവിടെ 2 വരും, 3 വരും. ഇനി അഗെയിൻ 5 എടുക്കുക, 1 വരും, 1 2 വരും, 3 വരും, 2 എടുക്കുക, 1 വരും, 1 വരും, 1 പിന്നെ 3 എടുക്കുക. സോ എൽ സി എം വരുമ്പോൾ നമുക്ക് 3 × 3 × 5 × 2 ഉണ്ടാവും. സോ എനിക്ക് എൽ സി എം 90 എന്ന് കിട്ടും. ഓക്കെ, എൽ സി എം 90 വരുമ്പോൾ എനിക്ക് എന്തായാലും 1000ന്റെ ഇതിനടുത്തുള്ള നമ്പറാണ്. അപ്പൊ എനിക്ക് ഇതിനടുത്തുള്ള മൾട്ടിപ്പിൾ നോക്കുക, 90യുടെ നോക്കുമ്പോൾ 90 ഇൻറ്റു 11 നോക്കാം. സോ എനിക്ക് എന്താ കിട്ടുക? ഒരു മിനിറ്റ്. ഓക്കെ, 990 കിട്ടുള്ളൂ. 90 ഇൻറ്റു എനിക്ക് ഒരു ഇതിനടുത്തുള്ള മൾട്ടിപ്പിൾ നോക്കുമ്പോൾ 90 ഇൻറ്റു ഓക്കെ 12 നോക്കാം. 12 ഇൻറ്റു 9 1080 കിട്ടും. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഉം. ഒരു മിനിറ്റ്. ജസ്റ്റ് നോക്കിയിട്ട് പറയാം. ആ, നമുക്കിപ്പം റിമൈൻഡർ നമുക്ക് എന്താ, ഒരു എൽ സി എം 90 കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ട ഒരേ ഒരു കാര്യം, നമുക്ക് ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവരെല്ലാവരും കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 1080 ആണ്. ഇവരെല്ലാവരും കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പം 3നെ കൊണ്ടും ഇവരെ അറ്റ് എ ടൈം 3നെ കൊണ്ടും 5നെ കൊണ്ടും 6നെ കൊണ്ടും 9നെ കൊണ്ടും എല്ലാം ഡിവിസിബിൾ ആവുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എനിക്കെന്താ ഈ 1080 ആണ്. ഇനി ഇവിടെ എനിക്ക് കിട്ടേണ്ടത് ഒരു മിനിറ്റ്, നമുക്കിപ്പം ഒരു സെക്കൻഡ്, ഏത് പോയിന്റിലാണ്, ഇതേ പോയിന്റിലാണ് സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നത്. അത് ഈ സാർ ഈ ഇവിടെ വരെ എത്തിയിട്ട് 1080 വരെ എത്തി. ആ, ഇതിൽ നമുക്ക് യൂഷ്വലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാറ് ഇവിടെ വൺ റിമൈൻഡർ നമുക്ക് യൂഷ്വലി മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു മിനിറ്റ്, ഞാനത് പെട്ടെന്ന് അങ്ങനെ സാർ ചോദിച്ചപ്പോൾ ഞാൻ ആ ആംഗിൾ നോക്കിയിട്ടില്ലായിരുന്നു. നമുക്ക് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് കാര്യം നമുക്ക് ഇതേപോലെ ആ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് പോകാനാണ്. അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ആ ഒരു സെഗ്മെന്റ് ഒന്നുകൂടി ഞാൻ നോക്കിയിട്ട് പറയാം. കാരണം എങ്ങനെയാ കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അതായത് ഇവിടെ നമുക്ക് 1080 ആണ്. ഈ മൂന്ന് നമ്പർ നമുക്ക് എന്താ 90യുടെ മൾട്ടിപ്പിൾസ് നോക്കുമ്പോൾ 990 ആണ് ഇതിന് തൊട്ട് മുമ്പ് കൊണ്ട് ഡിവിസിബിൾ ആവുന്നത്. ഇത് കഴിഞ്ഞ 1080 ആണ്. പക്ഷെ നമുക്ക് ഇനി ഇവരെ എല്ലാവർക്കും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, റിമൈൻഡർ 1 കിട്ടുന്ന രീതിയിൽ. അപ്പൊ ആ ഒരു എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അടുത്ത് നമുക്ക് നോക്കാം. 19 നോക്കി ഞാൻ ഡിസ്കസ് ചെയ്യാം. 2 മിനിറ്റ്സ് എടുക്കുക. 19 ഒന്ന് സോൾവ് ചെയ്യുക. നമ്മളെ ഇനീക്വാളിറ്റീസ് വെച്ചിട്ടുള്ളതാണ്. ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാം.
ഓക്കെ. 19ൽ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഇനീക്വാളിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സാധാരണ ഇനീക്വാളിറ്റി വെച്ച് തരുമ്പോൾ അവർ എന്താ പറയാറ്, നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് തരും, അതേപോലെ കൺക്ലൂഷൻസ് തരും. പക്ഷെ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുള്ളത് ഈ പോർഷൻ ആണ്. എന്നിട്ട് പറയും, എന്നിട്ട് ഇവിടെ കൺക്ലൂഷൻ ഇവർ തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണെങ്കിൽ ദെൻ ബി എസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഇ, ബി എസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ബി എസ്, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒന്നാമത്തെ വെച്ച് നോക്കുമ്പോൾ. രണ്ടാമത്തിന് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, ഇത് സ്റ്റേറ്റ്മെന്റ് ആയി എടുത്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എസ് ഇസ് ഓൾവേസ് ലെസ് ദാൻ ബി എന്ന് പറയുമ്പോൾ ഈ കാര്യമാണ് സെക്കൻഡ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആ കാര്യങ്ങൾ രണ്ടൊന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് എനിക്ക് കൺക്ലൂഷൻ ആയിട്ടുള്ളത് ബി എസ് ഗ്രേറ്റർ ദാൻ ഇയും, സെക്കൻഡ് എനിക്ക് കൺക്ലൂഷൻ ആയിട്ടുള്ളത് എസ് ഇസ് ലെസ് ദാൻ ബിയും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് പറയുമ്പം ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് അപ്പം ബി എസ് ഗ്രേറ്റർ ദാൻ ഇ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ ഗേറ്റ് ക്ലോസ് ഗേറ്റ് മെത്തേഡിൽ ചെയ്യുമ്പോൾ എനിക്ക് ബിയിൽ നിന്ന് എനിക്ക് ഇയിലേക്കാണ് ട്രാവൽ ചെയ്യേണ്ടത്. സോ ബിയിൽ നിന്ന് ഇയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യം, എനിക്ക് ബിയിൽ നിന്ന് ഇയിലേക്ക് എത്താൻ പറ്റുമോ നോക്കാം. സോ ബിയിൽ നിന്ന് സിയിലേക്ക് പോകാൻ പറ്റി, സിയിൽ നിന്ന് എനിക്ക് എങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല. സിയിൽ നിന്ന് എനിക്ക് ഡിയിലേക്ക് പോകാൻ പറ്റില്ല, ബിയിൽ നിന്ന് എയിലേക്ക് പോകാൻ പറ്റും, പക്ഷെ പിന്നെ എയിൽ നിന്ന് എനിക്ക് മുമ്പോട്ടും വേറെ കണക്ഷൻസ് ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ല, ബിയിൽ നിന്ന് ഇയിലേക്ക് പോകാൻ പറ്റില്ല. സോ ഫസ്റ്റ് കൺക്ലൂഷൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ഇത് തെറ്റാന്ന് പറയാൻ പറ്റും. സെക്കൻഡ്, എനിക്ക് ബിയിൽ നിന്ന് എസിലേക്ക് വരണം. സോ ബിയിൽ നിന്ന് എസിലേക്ക് വരുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ബിയിൽ നിന്ന് എസിലേക്ക് വരുമ്പോൾ ഇവിടെ ബിയിൽ നിന്ന് എനിക്ക് യുവിലേക്ക് വരാൻ പറ്റി, യുവിൽ നിന്ന് ടിയിലേക്ക് എത്താൻ പറ്റി, ടിയിൽ നിന്ന് എസിലേക്ക് എത്താൻ പറ്റി. പക്ഷെ ഞാൻ ഇതിന്റെ റൂൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ബിയിൽ നിന്ന് എസിലേക്ക് എന്റെ കൂടെ എന്തില്ല, ഈക്വൽ ടു ഇല്ല. അപ്പൊ ഈക്വൽ ടു ഇല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിലെങ്കിലും എന്റെ കൂടെ ഈക്വൽ ടു ഇല്ലാതിരിക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ ഈക്വൽ ടു ഉണ്ട്, ഇവിടെ ഈക്വൽ ടു ഉണ്ട്. എനിക്ക് ബിയിൽ നിന്ന് എസിലേക്ക് എത്താൻ പറ്റി, പക്ഷെ എല്ലാ സ്റ്റെപ്സിലും എന്റെ കൺക്ലൂഷനിൽ ഈക്വൽ ടു ഇല്ല. പക്ഷെ എന്റെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ മൂവ് ചെയ്ത എല്ലാ സ്റ്റെപ്പിലും എന്റെ കൂടെ ഈക്വൽ ടു ഉണ്ട്. അപ്പൊ എന്താ, അതും പോസിബിൾ അല്ല. അപ്പൊ ആ കൺക്ലൂഷൻ തെറ്റാണ്. സോ രണ്ട് കൺക്ലൂഷൻസും തെറ്റാണ്. ഡി വിൽ ബി ദി ആൻസർ. സാർ ക്ലിയർ ആവുന്നുണ്ടോ? പറഞ്ഞോ. സാർ ഇതിലെ ഉം. സാറല്ലേ അന്ന് പറഞ്ഞത് ഈക്വൽ ടുവിന്റെ മേളിൽ കിടക്കുന്ന സൈനിനാണ് പ്രയോറിറ്റി കൂടുതലെന്നൊന്ന്? ആ, ഈക്വൽ ടുവിന് മുകളിൽ കിടക്കുന്നതാണ്. അപ്പം ഓപ്പൺ ഗേറ്റ് ആണ്. എനിക്ക് എവിടെ പ്രശ്നം വന്നേ? അല്ലെ ടി ഈസ് ലെസ് ദാൻ ഈക്വൽ ടു യു എന്ന് പറഞ്ഞ? ഞാൻ ബിയിൽ നിന്നല്ല അങ്ങോട്ട് പോകുന്നത്. ബിയിൽ നിന്ന് ഞാൻ, എനിക്ക് ഇവിടെ ഓപ്പൺ ഗേറ്റ് അല്ലേ ഉള്ളത്. ബിയിൽ നിന്ന് ടിയിലേക്ക് പോവാലോ. വീന്ന് മനസ്സിലാവുന്നുണ്ടോ? യുയിലേക്ക് അല്ല വീന്ന് യുയിലേക്ക് പോലെ ഈക്വൽ ടു സൈൻ അല്ലേ? ആ, ബിന്ന് യുവിലേക്ക് പോയി, യുന്ന് ടിയിലേക്ക് പോയി, ടിന്ന് എസിലേക്ക് എനിക്ക് എത്താൻ പറ്റും, എസിലേക്ക്. പക്ഷെ എന്റെ ഇതിൽ എന്താ, ഇവിടെ ഈക്വൽ ടു ഇല്ല. അപ്പൊ എനിക്ക് ജസ്റ്റ് എത്തിയാ പോരാ, എന്റെ ഒരു സ്റ്റെപ്പിലും എനിക്ക് ഈക്വൽ ടു ഉണ്ടാവരുത്. ഓക്കെ 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 ഇവിടെ എല്ലാ സ്റ്റെപ്പിലും എനിക്ക് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിലെങ്കിലും ഈക്വൽ ടു ഇല്ലാതിരിക്കണം. അപ്പോഴേ എനിക്കത് ഓക്കെ ആവും. ഓക്കെ ഓക്കെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ഓക്കെ സാർ പിടി. സാർ അപ്പം ഇപ്പോ ഇവിടെ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ആയിരുന്നെങ്കിൽ എത്ര ഈക്വൽ ടു വരണം? രണ്ട് രണ്ട് ലെസ് ഈക്വൽ ദാൻ ടു ഈക്വൽ വരണം. ടു ബി പറയുമ്പോൾ എല്ലാ സ്റ്റെപ്പിലും ഈക്വൽ ടു ഉണ്ട്. ഇപ്പൊ ഞാൻ രണ്ടു മൂന്ന് കാര്യം പറഞ്ഞുതരാം. എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരുന്നെങ്കിൽ ഇത് ഓക്കെ ആണ്, ഈ കൺക്ലൂഷൻ കറക്റ്റ് ആണ്. കാരണം എന്റെ എല്ലാ സ്റ്റെപ്പിലും ഈക്വൽ ടു ഉണ്ടായാൽ മതി. ഇവിടെ ഇവിടെ ഈക്വൽ ടു ഉണ്ട്, ഇവിടെ ഈക്വൽ ടു ഉണ്ട്, ഇവിടെ ഈക്വൽ ടു ഉണ്ട്. ഇനി എസ് ഈക്വൽ ടു ബി ആയിരുന്നെങ്കിൽ എനിക്ക് എസിൽ നിന്ന് വിയിലേക്കോ വിയിൽ നിന്ന് എസിലേക്കോ ചെക്ക് ചെയ്യാം. വിയിൽ നിന്ന് എസിലേക്ക് നോക്കുമ്പോൾ എന്റെ കൂടെ എല്ലാ സ്റ്റെപ്പിലും ഈക്വൽ ടു മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പം ഇവിടെ എന്താ, ഓപ്പൺ ഗേറ്റ് ആണെങ്കിലും ഈക്വൽ ടു അല്ല. അപ്പൊ എന്താ, അത് വെച്ച് നോക്കുമ്പോൾ ഇത് തെറ്റായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സാർ അപ്പൊ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരണമല്ലേ? അല്ല, എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതല്ലേ വി പറഞ്ഞ, എസ് 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 ലെസ് ദാൻ ലെസ് ഓർ ദാൻ ഈക്വൽ ഓർ ടു ഈക്വൽ വിയിൽ ആണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ലെസ് ദാൻ വരണമല്ലേ? ആ ഒരു അല്ല, ഒരു ലെസ് ദാൻ വരണമെന്നില്ല. പോയിന്റ്. ഒരു ലെസ് ദാൻ വരണമെന്നല്ല, എല്ലാത്തിലും ഇത് ഈക്വൽ ടു ഉണ്ടാവണം. ഒന്നെങ്കിൽ ഈ ഈക്വൽ അപ്പൊ ടു, അല്ലെങ്കിൽ നമുക്ക് ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിക്കും എസ് ഈസ് ഈക്വൽ ടു വിക്കും ഒരേ കണ്ടീഷൻ ആണോ? എസ് ഇസ് ഈക്വൽ ടു വിക്ക് കണ്ടീഷൻ വേറെയാണ്. അതിന് ഇത് മാത്രമേ പാടുള്ളൂ. മറ്റേതിനാകുമ്പോൾ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിന് ഇത് വരാം, അല്ലെങ്കിൽ ഇത് വരാം, ഏത് വന്നാലും മതി. ഓക്കെ 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 സാർ. ഓക്കെ എസ് ഈക്വൽ ടു വി ആണെങ്കിൽ ഇത് മാത്രമേ വരാൻ പാടുള്ളൂ. പിന്നെ എസ് ലെസ് ദാൻ വി ആവുമ്പോൾ ഇത് വരാം, ഇത് വരാം,
ഇത് വരാം. പക്ഷെ ഏതെങ്കിലും ഒരു വട്ടം ഇത് മാത്രം ഉണ്ടാവണം, ഒരു തവണയെങ്കിലും. ബാക്കി എല്ലാ എനിക്ക് അവിടുന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്ത് എത്താൻ പറ്റണം, പക്ഷെ ഒരു തവണയെങ്കിലും എന്റെ കൺക്ലൂഷനിൽ ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് ഒരു സ്റ്റെപ്പിലെങ്കിലും എനിക്ക് ഈക്വൽ ടു ഇല്ലാത്തൊരു സ്റ്റെപ്പ് വേണം. അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ സർ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും? ഇവിടെ 18, ഓക്കെ ഒരു മിനിറ്റ്, സോറി 19 നമുക്ക് ഡി വരും. ഓക്കെ, ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യന് 18th ക്വസ്റ്റ്യൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് പോവാണ്. കാരണം നമുക്ക് ഏറ്റവും ലെസ് ടൈമിൽ ചെയ്യണമെങ്കിൽ. പിന്നെ അത് ഡൗട്ട് വെച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പം 3ന്റെയും ഒരു മിനിറ്റ് 3ന്റെയും 6ന്റെയും 3ന്റെയും 5ന്റെയും 6ന്റെയും 9ന്റെയും എൽസിയം നമുക്ക് കിട്ടി 90 കിട്ടി. പിന്നെ നമുക്ക് തന്ന ഈ ഗ്രൂപ്പിലെ നമ്പേഴ്സ് നോക്കുമ്പോൾ 1000ന്റെ മുകളിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 90യുടെ 1000ന്റെ മുകളിലുള്ള മൾട്ടിപ്പിൾസ് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഒരു മൾട്ടിപ്പിൾ ഉള്ളത് 990 ആണ്. 1090 ഇൻറ്റു 11 വരുന്നത്. പിന്നെ 90 ഇൻറ്റു 12 ചെയ്തപ്പോൾ 1080 കിട്ടി. പക്ഷെ അതെന്തായി പോയി? ഇതിനെക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ ആയി പോയി. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താ? ഈ നമ്പറിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു വാല്യൂ ആണ്, പക്ഷെ തന്നതിലെല്ലാം ഈ നമ്പറിന് ചുറ്റിപ്പറ്റിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ട്. അതായത് കോൺസ്റ്റന്റ് വാല്യൂ വെച്ചാൽ ഓരോ കേസിലും 3ക്ക് നമുക്ക് പറഞ്ഞ കാര്യം എന്താ? 3ക്ക് 1 റിമൈൻഡർ വരണം, 5ന് 3 റിമൈൻഡർ വരണം, അതുപോലെ 6ന് 4 റിമൈൻഡർ വരണം, 9ന് 7 റിമൈൻഡർ വരണം. ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ആളും റിമൈൻഡർ തമ്മിൽ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിക്കുക. സോ 3 - 1, 5 - 3, 6 - 4, 9 - 7. എല്ലാത്തിലും നമുക്ക് എന്താ വാല്യൂ കിട്ടിയിട്ടുള്ളത്? 2. എല്ലാത്തിലും ഡിവൈസറും റിമൈൻഡറും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. ആ 2 പറഞ്ഞ വാല്യൂ ഇതിനോട് സബ്ട്രാക്ട് ചെയ്യാം. 1080 2 സബ്ട്രാക്ട് ചെയ്യാൻ 1078 കിട്ടും. ഇങ്ങനെയാണ് ഇതിന്റെ മറ്റൊരു പാരലൽ മെത്തേഡ് വരിക. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം, നമുക്ക് മറ്റേ രീതി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഇതും പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. 1078ലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. എങ്ങനെയും ചെയ്യാം, ഏതും നോക്കാം. പക്ഷെ മറ്റേത് ഇവിടെ വെച്ചാൽ LCM എടുക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ, പിന്നെ LCM എടുത്തു, പിന്നെ അതിനടുത്തുള്ള മൾട്ടിപ്പിൾ കാണുമ്പോൾ അതും തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചിലപ്പോൾ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റണമെന്നില്ല. പിന്നെ ഈ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന കാര്യം, അത് നമുക്ക് ശ്രദ്ധയപ്പെട്ടില്ല, അതിനകത്ത് ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആവും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ റെഡിയാണോ? ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ സാർ, ക്ലിയർ ആയി, ഇനി കുഴപ്പമില്ല. അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത് 20 നോക്കി. 20യിലും ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു കുറച്ച് ഡിഫറെന്റ് ആണെന്ന് തോന്നും, പക്ഷെ അതിലൊരു സിമ്പിൾ കോൺസെപ്റ്റ് നിൽക്കുന്നുണ്ട്. അതാണ് ക്വസ്റ്റ്യന്റെ ബേസിസ്. 20 നോക്കി. 20യിൽ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ നിൽക്കുന്നത്. ഒരു 1 മിനിറ്റ് കൊടുക്കുക, നമുക്ക് നോക്കാം. ട്വന്റിയിൽ പറയുന്ന കാര്യം, ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് 1 × 3 × 5 × 7 × 9 എക്സെട്ര 999 വരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരാനുള്ളത്. ഇതിൽ ഒറ്റ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. ആ പ്രോപ്പർട്ടി നമുക്ക് അറിയുമെങ്കിൽ ഇത് ഒരു 10 സെക്കൻഡ്സോ അല്ലെങ്കിൽ 5 സെക്കൻഡ്സിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഒറ്റ ഒരു കാര്യമുള്ളൂ ഇവിടെ. ഓക്കെ, നമുക്ക് ഒരു വട്ടം 1 × 3 വരും, 3 × 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺസ് പ്ലേസിൽ എന്ത് വന്നു? 15 വന്നു. 15 എന്ന് പറഞ്ഞാൽ
അതിൽ 5 ആണ് വൺസ് പ്ലേസിൽ വന്നിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് നോക്കിയാൽ തന്ന നമ്പേഴ്സ് എല്ലാം എന്താണ്, ഒരു വട്ടം 1 × 3 × 5 15 വന്നു. 15 വൺസ് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ 15 പറഞ്ഞാൽ 5 വൺസ് പ്ലേസിൽ വന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ അങ്ങോട്ട് എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് തന്ന ഗ്രൂപ്പ് എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. 5 ഒരു പ്രോപ്പർട്ടി ഉണ്ട്, 5 ഓഡ് നമ്പർ ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ വൺസ് പ്ലേസിൽ 5 ആണ് തരാം. 5 നമ്മൾ ഈവൺ നമ്പർ ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ 5 വൺസ് പ്ലേസിൽ 0 ആണ് തരാം. ഇവിടെ ഓൾറെഡി ഒരു വട്ടം 5 വന്നു. ഇനി അങ്ങോട്ട് ത്രൂ ഔട്ട് നമ്മൾ ഫുൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് ഓഡ് നമ്പേഴ്സ് ആണ്. സോ ഇതിന്റെ ഫൈനൽ ആൻസറിൽ 5 ആണ് ഉണ്ടാവുക. ഇതിൽ എവിടെയെങ്കിലും ഒരു ഈവൺ നമ്പർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് 0 തരുള്ളൂ. ഇതല്ലാതെ 1 3 9 ഒന്നും വരാനുള്ള ഒരു ചാൻസ് ഇല്ല. കാരണം ഒരു വട്ടം 5 വന്നു, പിന്നെ നമ്മൾ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പേഴ്സ് ഈവൺ ആണെങ്കിൽ 0 വൺസ് പ്ലേസിൽ വരും, ഓഡ് ആണെങ്കിൽ 5 വൺസ് പ്ലേസിൽ വരും. ഓക്കെ ആണോ? അതായത് യൂണിറ്റ് ഡിജിറ്റിൽ ഈ പ്രോപ്പർട്ടി നമുക്ക് അറിയുമെങ്കിൽ ഒരു 5 സെക്കൻഡ്സിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. റെഡിയാണോ? 26. ഓക്കെ, 26 ഒന്ന് നോക്കുക. റേഷ്യോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സാർ, ആ 20th ക്വസ്റ്റ്യനിൽ വന്നിട്ട് 5 ഇൻറ്റു ഓഡ് നമ്പർ യൂണിറ്റ് ഡിജിറ്റ് 5 ആയിരിക്കും അല്ലേ ഇപ്പോഴും? 20th അതാണ് പ്രോപ്പർട്ടി. 5നെ കൊണ്ട് നമ്മൾ ഒരു ഓഡ് നമ്പറാണ് 5. നമ്മൾ 5നെ കൊണ്ട് ഏതെങ്കിലും നമ്പറിന് മൾട്ടിപ്ലൈ 2 റിസൾട്ട്സേ കിട്ടുള്ളൂ. ഒന്നുകിൽ 0 കിട്ടും അതിന്റെ യൂണിറ്റ് പ്ലേസിൽ, അല്ലെങ്കിൽ 5 കിട്ടും. നമ്മൾ മൾട്ടിപ്ലൈ ആ ചെയ്യുന്ന ഈവൺ നമ്പേഴ്സ് ആണെങ്കിൽ എപ്പോഴും 0 തരുള്ളൂ എന്റെ യൂണിറ്റ് പ്ലേസിൽ. ഇവിടെ ഓഡ് നമ്പർ ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും 5 തരുള്ളൂ. നമുക്ക് ഇവിടെ ഒരു 5 വന്നു, 3 × 5 15 വന്നു. ഇവിടെ വൺസ് പ്ലേസിൽ ഒരു 5 വന്നു. പിന്നെ അങ്ങോട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന എല്ലാം എന്താണ്, ഓഡ് നമ്പേഴ്സ് ആണ്. ഈവൺ നമ്പർ എവിടെയും വരുന്നില്ല. അപ്പം ഇനിയും ഇനിയും അതൊരു കാര്യം. അപ്പൊ നമുക്ക് എന്താ, അത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് എന്താ, ഇനി വൺസ് പ്ലേസിൽ 5 മാത്രമേ വരൂ. ഇനി വേറെ രീതിയിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്ന ഓപ്ഷൻസിൽ നോക്കിയേ, നമുക്ക് ഒരു വട്ടം 5 വന്നുകൊണ്ട് വൺസ് പ്ലേസിൽ ഇനി എന്ത് ചാൻസ് ഉള്ളൂ, ഒന്നുകിൽ 0 വരാം, 5 വരാം. ഇതിൽ ഒരു ആൻസർ ഇനി വൺസ് പ്ലേസിൽ വരില്ല 5 അല്ലാതെ. 9 ഒരിക്കലും വരാൻ പോകുന്നില്ല, 1 ഒരിക്കലും വരാൻ പോകുന്നില്ല, 3 ഒരിക്കലും വരാൻ പോകും. 0 അല്ലെങ്കിൽ 5 വരാൻ ചാൻസ് ഉണ്ട്. 0 ഓപ്ഷനെ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് ഓഡ് നമ്പേഴ്സ് ആണോ ഈവൺ നമ്പേഴ്സ് ആണെന്ന് പോലും നോക്കേണ്ട ആവശ്യമില്ല, 5 കിട്ടുള്ളൂ എന്നും പറയാൻ പറ്റും ഈ ഓപ്ഷൻ വെച്ചിട്ട്. മനസ്സിലാവുന്നുണ്ടോ? രണ്ട് രീതി വേണം ചെയ്യാം. ഒന്ന് ഈ ഓപ്ഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ടും, അതല്ലെങ്കിൽ കോൺസെപ്റ്റ് വെച്ചിട്ടും ചെയ്യാം. പക്ഷെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക, അതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ്. പിന്നെ ഈ സിറ്റുവേഷൻ ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, ഇവിടെ അങ്ങനെ ഓപ്ഷൻസ് വന്നതുകൊണ്ട്. റെഡിയാണോ? ഓക്കെ സാർ. 26 ആണ് പറഞ്ഞത്. 26 ഓക്കെ. ഒരു റേഷ്യോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 2 മിനിറ്റ് എടുക്കുക. ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. ബി അല്ല,
ഇവിടെ നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് what is the ratio of maximum value of x plus y to the minimum value of x minus y. So maximum value ജനറേറ്റ് ചെയ്യണമെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താ 4 മുതൽ 8 വരെയാണ്. അപ്പം 4 ആവാം, അല്ലെങ്കിൽ 4 ഇൻ ബിറ്റ്വീൻ ആവാം, അല്ലെങ്കിൽ 8 വരെ എടുക്കാം. അപ്പം ഇൻക്ലൂഡിങ് 8 വരെ എടുക്കാം. സോ എക്സിന്റെ വാല്യൂ മാക്സിമം വരണമെങ്കിൽ ഞാൻ ഇവിടെ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ മാക്സിമം വരണമെങ്കിൽ ഇതിന്റെ മാക്സിമം വാല്യൂ കൊടുക്കണം, 8 കൊടുക്കണം. പിന്നെ ഇതിലെന്താ വൈയുടെ വാല്യൂ മാക്സിമം എടുത്താൽ 7 വരും. സം ചെയ്യുമ്പോൾ എന്താ 15 കിട്ടും. സോ എക്സ് പ്ലസ് വൈയുടെ മാക്സിമം വാല്യൂ ആണെങ്കിൽ എക്സിന്റെയും വൈയുടെയും മാക്സിമം വാല്യൂസ് എടുക്കണം. സോ 15 വരും. ഓക്കെ. പിന്നെ വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദ മാക്സിമം വാല്യൂ ടു ദ മിനിമം വാല്യൂ. എക്സ് മൈനസ് വൈയുടെ വാല്യൂ ഏറ്റവും മിനിമം വരണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം എക്സിന്റെ വാല്യൂ ഏറ്റവും ചെറുത് എടുക്കണം, വൈയുടെ വാല്യൂ ഏറ്റവും വലുതും എടുക്കണം. അപ്പം എക്സിന്റെ വാല്യൂ ഏറ്റവും ചെറുത് 4 എടുക്കുന്നു, വൈയുടെ വാല്യൂ ഏറ്റവും വലുത് 7 എടുക്കുന്നു. അപ്പൊ എന്താ അവർ തമ്മിൽ ഡിഫറൻസ് എടുത്താൽ എനിക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടും. അപ്പോഴേ എനിക്ക് ഏറ്റവും മിനിമം വാല്യൂ എക്സ് മൈനസ് വൈയുടെ ഏറ്റവും വാല്യൂ മിനിമം കിട്ടണമെങ്കിൽ നെഗറ്റീവ് വാല്യൂയിൽ പോകണം. അപ്പൊ എനിക്ക് ഇവിടെ ഹയസ്റ്റ് നമ്പറും അവിടെ ലോവസ്റ്റ് നമ്പറും കിട്ടണം. ഓക്കെ. അപ്പം ഇവിടെ എന്താ ഡിഫറൻസ് -3 വരും. അത് ഓക്കെ ആണോ? ഓക്കെ. സോ ഇത് റേഷ്യോ എടുക്കുമ്പോൾ 15 ഡിവൈഡഡ് ബൈ -3 എന്ന് കിട്ടും. അപ്പൊ എനിക്ക് എന്താ ആൻസർ കിട്ടും? ഇതിന്റെ ഇതിവിടെ ഓപ്ഷൻസിൽ ഒന്നുമില്ല. ഇതല്ല, ഇതല്ല, ഇതല്ല. എനിക്ക് -5 എന്ന് ആൻസർ കിട്ടും. നൺ ഓഫ് ദി ഡി വിൽ ബി ദി ആൻസർ. റെഡി ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഞാനിവിടെ ചെയ്ത കാര്യം ഒന്നുമില്ല. എനിക്ക് ആദ്യം എക്സ് പ്ലസ് വൈയുടെ വാല്യൂ മാക്സിമം കിട്ടണമെങ്കിൽ രണ്ടിലും മാക്സിമം വാല്യൂസ് എടുത്ത് സം ചെയ്യാം. ഇനി എക്സ് മൈനസ് വൈയുടെ വാല്യൂ ഏറ്റവും മിനിമം കിട്ടണമെങ്കിൽ ഒന്നിലെ എക്സിലെ ഏറ്റവും ചെറിയ വാല്യൂ നെഗറ്റീവ് വാല്യൂവിലേക്ക് പോകണം. സോ അതിൽ ഏറ്റവും ചെറിയ വാല്യൂ മറ്റതിൽ ഏറ്റവും വലിയ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? -3 എന്ന് ഡിഫറൻസ് കിട്ടും. സോ അത് തമ്മിൽ റേഷ്യോ എടുക്കുമ്പോൾ -5 എന്നാണ്. അത് ഓപ്ഷൻസിലില്ല. ഡി വിൽ ബി ദി ആൻസർ. എനി ഡൗട്ട്സ്? റെഡി ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. 27 നോക്കി. 27നും പ്രൈം നമ്പേഴ്സും ആ പ്രോപ്പർട്ടീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം. ഒരു 2 മിനിറ്റ്സ് എടുക്കാം. ഒന്ന് നോക്കാം. So both let both p and k be prime numbers such that p square plus k
ഇസ് ഓൾസോ പ്രൈം നമ്പർ ലെസ് ദാൻ 30. അപ്പം സം ലെസ് ദാൻ 30 ആവുമ്പോൾ പിന്റെയും കെന്റെയും വാല്യൂ എന്തായിരിക്കും? സം അവരുടെ പി സ്ക്വയർ എടുത്ത് കെന്റെ സം ചെയ്തപ്പോൾ ലെസ് ദാൻ 30, ആ ഓപ്പറേഷൻ ചെയ്ത് ലെസ് ദാൻ 30 വാല്യൂ കിട്ടണമെങ്കിൽ അവരുടെ ആ നമ്പേഴ്സ് എന്തായിരിക്കും? ലെസ് ദാൻ 30 ആയിരിക്കണം. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് നോക്കാം. ഇപ്പൊ എന്താ 2 എടുക്കാം, പിക്കും കെക്കും എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആദ്യം നോക്കാം. പി ഫിക്സ് ചെയ്തിട്ട് വേണം ബാക്കി കണ്ടുപിടിക്കാൻ. 2ഉം 3ഉം 5ഉം 7ഉം അതേപോലെ 11 13 പിന്നെ 17 19 അതേപോലെ എനിക്ക് പിന്നെ എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ലെസ് ദാൻ 30 കെക്കും ബിക്കും എടുക്കാൻ പറ്റുന്ന വാല്യൂസ് പിന്നെ 23 വരാം, പിന്നെ 29 വരാം. ഓക്കെ, ഇത്രയും വാല്യൂസ് എനിക്ക് പോസിബിൾ ആണ്. പക്ഷെ ഇതിൽ തന്നെ ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ടത് പി ആദ്യം പി സ്ക്വയറിന്റെ വാല്യൂ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പം ഒരു minute. ഇനി ഇത് ഞാൻ പിക്കും കെക്കും എടുക്കാൻ പറ്റുന്ന വാല്യൂസ്. പക്ഷെ പി സ്ക്വയർ എടുക്കുമ്പം 5ന്റെ സ്ക്വയർ എന്താണ്? നമുക്ക് ഇപ്പൊ 7ന്റെ സ്ക്വയർ 14 ആണ്. ഒരു പിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് 13നേക്കാളും ചെറുതാണ്. അപ്പം പിന്റെ വാല്യൂ ആയിട്ട് എനിക്ക് 2 എടുക്കാൻ പറ്റും, 3 എടുക്കാൻ പറ്റും, 5 എടുക്കാൻ പറ്റും. അപ്പൊ പിയുടെ വാല്യൂ 2 എടുത്തു കഴിഞ്ഞാൽ 4 എന്ന് വരും സ്ക്വയർ, 2 സ്ക്വയർ, പിന്നെ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ 9 വരും, ഇവിടെ 25 വരും. ഇനിയാണ് കെയുടെ വാല്യൂ. കെക്ക് ഏതൊക്കെ പോസിബിൾ വാല്യൂസ് വരാൻ പറ്റുന്നതാണ്. അപ്പൊ കെയിൽ നമുക്ക് വാല്യൂസ് എടുക്കുമ്പോൾ റിപ്പീറ്റേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു വട്ടം നമ്മൾ കെയുടെ വാല്യൂ ഏതെങ്കിലും 1 കൊടുത്തോ 3 മീൻസ് കെയുടെ വാല്യൂ 2ഓ 3ഓ കൊടുത്തു കഴിഞ്ഞാൽ കെയുടെ വാല്യൂ ഇനി ഈ കേസിൽ 2 കൊടുക്കാൻ പറ്റില്ല. ഇവിടുത്തെ കേസിൽ 4 വരുമ്പം എനിക്ക് കെയുടെ വാല്യൂസ് പി സ്ക്വയർ ചെയ്തിട്ട് കെ കൂടി ആഡ് ചെയ്യുമ്പോൾ ലെസ് ദാൻ 30 വരുന്നുള്ളൂ. എനിക്ക് 3 കൊടുക്കാൻ പറ്റും, ഇവിടെ 5 കൊടുക്കാൻ പറ്റും, ഇവിടെ 7 കൊടുക്കാൻ പറ്റും, പിന്നെ എനിക്ക് 11 കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഇവിടെ ഒരു മിനിറ്റ് 3 5 7 കൊടുക്കാൻ പറ്റും, 11 കൊടുക്കാൻ പറ്റും, 13 കൊടുക്കാൻ പറ്റും. ഇതുവരെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. സാർ ഇതില് 5 കൊടുത്ത എങ്ങനെ, ഏത് കണ്ടീഷനിലാണ് സാർ? ഇപ്പൊ 5 4+5 9 അല്ലേ? ആ സോറി സോറി സോറി, ഞാൻ ആ സം വരുന്ന കേസ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിലേക്ക് വരാം. എനിക്ക് സം ലെസ് ദാൻ 30 സം കൊടുക്കാൻ പറ്റുന്ന കേസുകളാണ് ഞാൻ എഴുതിയത്. ഒരു മിനിറ്റ്, ഇത് ഞാൻ ക്ലിയർ ആക്കി തരാം. 4 വന്നു. എനിക്കിവിടെ ഇനി ഓരോ കേസ് 2 കൊടുക്കാൻ പറ്റില്ല. 3 കൊടുത്ത 7 അത് ഓക്കെയാണ്, പ്രൈം നമ്പർ. സം ചെയ്ത പ്രൈം നമ്പർ ആയിരിക്കും. 5 കൊടുത്ത 9 പ്രൈം നമ്പർ അല്ല. അപ്പം ഇവിടെ ഒരു വാല്യൂസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നു. ഞാൻ ഇവിടെ എഴുതാം. ഇവിടെ ഒരു മിനിറ്റ്, ഓക്കെ, 3 കൊടുക്കാൻ പറ്റും. 3 ഓക്കെയാണ്. ഈ കേസിൽ 3 ഓക്കെയാണ്. സം 7 വരും, അത് ഓക്കെയാണ്. 5 കൊടുക്കാൻ പറ്റില്ല കാരണം 9 വരും. 7 കൊടുക്കുമ്പം 11 വരും, അത് ഓക്കെയാണ്. 7 ഓക്കെയാണ്. പിന്നെ 11 കൊടുക്കുമ്പോൾ 15 വരും, പ്രൈം നമ്പർ ആവില്ല. 13 കൊടുക്കുമ്പോൾ 17 വരും, അത് ഓക്കെയാണ്. ഓക്കെ, ഇനി 17 കൊടുക്കുമ്പോൾ 21 വരും, അത് പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞത് ഏതൊക്കെ പോസിബിൾ കൊടുക്കാൻ പറ്റുന്നതാണ്. 19 കൊടുക്കുമ്പോൾ എനിക്ക് 23 വരും, അത് പോസിബിൾ ആണ്, അത് ഓക്കെയാണ്. പിന്നെ എനിക്ക് 23 കൊടുക്കുമ്പോൾ 27 വരുമ്പോൾ പ്രൈം നമ്പർ ആവില്ല. ഇത്രയും വാല്യൂസ്. അപ്പൊ പിയുടെ സ്ക്വയർ 4 വന്നതിനും പി സ്ക്വയർ 2 കൊടുക്കുമ്പോൾ ഇത്രയും വാല്യൂസ് ആണ്, 4 വാല്യൂസ് ആണ് എനിക്ക് കൊടുക്കാൻ പറ്റുക. ഇനി അടുത്തതിൽ കൊടുക്കുമ്പോൾ കെയുടെ വാല്യൂസ് ആണ്. കെക്ക് ഏതൊക്കെ വാല്യൂസ് എടുക്കാൻ പറ്റുമ്പോൾ ഇനി 3 നോക്കേണ്ട ആവശ്യമില്ല. 3 ഓൾറെഡി നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞു. അപ്പം ഇനി ഈ ഗ്രൂപ്പിൽ 3 എന്നുള്ള പോസിബിലിറ്റി ഇല്ല, 7 എന്നുള്ള പോസിബിലിറ്റി നോക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താ, നമുക്ക് 5 നമുക്ക് നോക്കാം, പിന്നെ 13 നോക്കണ്ട, അതേപോലെ 23 നോക്കണ്ട. കാരണം കെയുടെ വാല്യൂ ചില വാല്യൂസ് ഓൾറെഡി ഓക്യുപ്പൈഡ് ആണ്. 9 കൊടുക്കുമ്പം എനിക്ക് ഇവിടെ എന്താ, ഇവിടെ 2 ഉള്ളത് ഓക്കെയാണ്, കാരണം 11 വരും, അത് കുഴപ്പമില്ല. ഇപ്പൊ 2 ഓക്കെയാണ്. പിന്നെ 5 കൊടുക്കുമ്പം എനിക്ക് 14 പറ്റും, അത് പ്രൈം നമ്പർ ആവില്ല. പിന്നെ 11 കൊടുക്കുമ്പോൾ 20 പ്രൈം നമ്പർ ആവില്ല. പിന്നെ 17 കൊടുക്കുമ്പം 17 പ്ലസ് 9 ആ സാർ ഇവിടെ സാർ 23 സാർ 4+19 അല്ലേ 23 സം കിട്ടിയത്?
അപ്പോ ടൂവിന്റെ അവിടെ കൂടെ 19 അല്ലേ സാർ ആഡ് ചെയ്യേണ്ടത്? ആരോ 23 കട്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഈ 2 സ്ക്വയർ ഇസ് ഓക്കെ ഇക്വൽ ടു ശരി 4 നയൻറ്റി എന്നുള്ളത് നയൻ 99 ശരി ശരി 19 ആ ആണ്. ആ ഓക്കെ അത് ശരി. ഒരു മിനിറ്റ്, 19 വരില്ല. ഇനി 17 പ്ലസ് 9 ചെയ്യുമ്പോൾ നമുക്ക് 26 കിട്ടും, അത് പറ്റില്ല. അപ്പം അത് പോസിബിൾ ആവില്ല. പിന്നെ 23യും 9ഉം വരുമ്പം 31, അത് അപ്പുറത്തേക്ക് പോയി 13ന്റെ അപ്പുറത്ത് പോയി. അപ്പൊ അവിടുത്തെ ഇതിൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ 4 കേസസ്, ഇവിടെ ഒരു കേസ്. 25യുടെ കേസിൽ ഓൾറെഡി സ്ക്വയർ ബി സ്ക്വയർ 25 ആണ്. ഇനി എനിക്ക് ഇവിടെ ഈ കേസിൽ എനിക്ക് എന്തും പറ്റില്ല, ഇവിടെ 2 എന്നുള്ള പോസിബിലിറ്റിയും പോയി. ഇനി എനിക്ക് 5 ഓൾറെഡി എടുക്കാൻ പറ്റില്ല, കാരണം പി സ്ക്വയറിന്റെ വാല്യൂ 5 ആണ്, 5 എടുക്കാൻ പറ്റില്ല. ഇനി എനിക്ക് ഒരു വാല്യൂസ് ഇവിടെ ഇനി 20, എനിക്ക് ഇനി ഏത് വാല്യൂ കൊടുത്താലും അത് ഗ്രേറ്റർ ദാൻ 30 ആയിരിക്കും. 30 ആയിട്ടുള്ള ഹയർ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും. അപ്പൊ എനിക്ക് മൊത്തത്തിൽ എന്താ, പി സ്ക്വയറിന്റെ വാല്യൂ 2 സ്ക്വയർ വരുമ്പം എനിക്ക് 4 വാല്യൂസ്, അത് 3, 7, 13, 19 ആണ്. പിന്നെ പി സ്ക്വയറിന്റെ വാല്യൂ 9 വരുമ്പോൾ എനിക്ക് ഒരേ ഒരു വാല്യൂ 2 എന്നൊരു വാല്യൂ. ഇപ്പം കെക്ക് ഒരു വാല്യൂ ഇവിടെയും ടോട്ടൽ 5 വാല്യൂസ് ആണ് എടുക്കാൻ പറ്റുക. 5 വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 3 വരും, 7 വരും, 13 വരും, 19 വരും, 2 വരും. സോ ഓപ്ഷൻ ഡി വിൽ ബി ദി ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മള് സെക്കൻഡ് കേസിൽ കെക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ്. അപ്പൊ കെയുടെ വാല്യൂ വീണ്ടും 3യും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ അത് എടുക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിൽ ടേബിൾ ചെയ്ത് സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്നത് നല്ലതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? റെഡി? അടുത്ത നമുക്ക് 30 ആണ്. 30 നോക്കി, 30 ഒന്ന് ട്രൈ ചെയ്യാം. 2 മിനിറ്റ് എടുക്കാം 30 സോൾവ് ചെയ്യാം. സ്പെഷ്യൽ സീരീസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ട പരിപാടി വെച്ചാൽ ഇതിനെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഒന്ന് കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം, സോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 18 മെമ്പേഴ്സ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവരെ ഒന്ന് സബ് ഡിവൈഡ് ചെയ്യാം. 18 മെമ്പേഴ്സ് ആകുമ്പോൾ എനിക്ക് പോസിബിലിറ്റി 6 മെമ്പേഴ്സ് ഉള്ള 3 ഗ്രൂപ്പ് ആക്കാം, 3 മെമ്പേഴ്സ് ഉള്ള 6 ഗ്രൂപ്പ് ആക്കാം. അപ്പൊ ഞാൻ 6 മെമ്പേഴ്സ് ഉള്ള 3 ഗ്രൂപ്പ് ആക്കാണ്. സോ നമുക്ക് പ്രയോറിറ്റി അതിനെ കൊടുക്കേണ്ടത് 654 എന്നുള്ള പ്രയോറിറ്റി ആണ്. 6 മെമ്പേഴ്സ് ഉള്ള 3 ഗ്രൂപ്പ് ആക്കുമ്പോൾ 1, 2, 3, 4, 5, 6 ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. 1, 2, 3, 4, 5, 6 ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഇനി 1, 2, 3, 4, 5, 6 ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ്, ഇത് തേർഡ് ഗ്രൂപ്പ്. ഞാൻ ഓരോ ഗ്രൂപ്പ്സും ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയാണ്. എ ബി ബ്ലാങ്ക് സ്പേസ്, സി സി ബ്ലാങ്ക് സ്പേസ്, പിന്നെ എ ബ്ലാങ്ക് സ്പേസ്, ബി സി സി സി, പിന്നെ ബ്ലാങ്ക് സ്പേസ് ഡബിൾ ബി സി ബ്ലാങ്ക് സ്പേസ് സി. എന്താ നിങ്ങൾക്ക് ഒബ്സർവ്, ഫസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്, സെക്കൻഡ് ഗ്രൂപ്പ് ഉണ്ട്, തേർഡ് ഗ്രൂപ്പ് ഉണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ 3 പേരിലും എന്തെങ്കിലും ഒരു വിസിബിൾ ആയിട്ട് ഒരു പാറ്റേൺ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും ഒബ്സർവ് ചെയ്തേ, എവിടെയെങ്കിലും ഒരു പാറ്റേൺ ഫോർമേഷനോ എന്തെങ്കിലും കാര്യങ്ങൾ.
എൻഡിൽ സി വരുന്നുണ്ട്. അപ്പം ഇവിടെ കൂടി സി വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിലും സി വരുന്നതുകൊണ്ട് ഇവിടെ സി വരാം. അപ്പം എനിക്ക് എന്ത് ചെയ്യണം? സെക്കൻഡ് ബ്ലാങ്ക് സ്പേസിൽ എനിക്ക് സി കിട്ടണം. അപ്പൊ ഞാൻ ഇവിടെ സി കിട്ടണമെങ്കിൽ സെക്കൻഡ് ബ്ലാങ്ക് സ്പേസ് സി വരുമ്പോൾ ഈ ഓപ്ഷൻ എനിക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഇവിടെ സി ഫില്ല് ചെയ്താൽ എനിക്ക് മനസ്സിലായി ഇവിടെ മൂന്നിലും സി, ഇവിടെ മൂന്നിലും സി. അപ്പം എനിക്ക് എന്താ ഫോർത്ത് ബ്ലാങ്ക് സ്പേസിലും എനിക്ക് എന്ത് കിട്ടണം? സോറി, 1 2 3 അല്ല, ഫിഫ്ത്ത് ബ്ലാങ്ക് സ്പേസിൽ എനിക്ക് സി കിട്ടണം. അപ്പം ഇവിടെയും സി വന്ന് ഈ രീതിയിൽ വരാം. അപ്പൊ ഇങ്ങനെ പാറ്റേൺ വരാം. അപ്പൊ അതേതാ? 1 2 3 4 അഞ്ചാമത്തെ ബ്ലാങ്ക് സ്പേസിലും എനിക്ക് സി വരണം. അപ്പൊ അഞ്ചാമത്തെ സ്പേസിൽ സി വരണമെങ്കിൽ എന്താ? ഇതും എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് എന്ത് ആൻസർ കിട്ടി? ഇത് ആൻസർ കിട്ടി. ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ബി വരും, ഇവിടെ സി കൊടുത്തു. ഇനി ഇവിടെ ബി വരും, ഇവിടെ എ വരും. അപ്പൊ എനിക്ക് എന്താ പാറ്റേൺ? എ ബി ബി സി സി സി, എ ബി ബി സി സി സി, അതേപോലെ എന്താ എ ബി ബി സി സി സി. സെയിം 3 ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ മൂന്നും സെയിം പാറ്റേണിലാണ് പോകുന്നത്. ഒരേ കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നിട്ടുള്ളത്. അപ്പൊ അത് ക്രാക്ക് ചെയ്യാൻ നമ്മൾ സി വെച്ചാണ് ക്രാക്ക് ചെയ്തത്. സി വെച്ചപ്പോൾ ഞാൻ ഒരു സി ഫില്ല് ചെയ്തപ്പോൾ എനിക്ക് ബാക്കി രണ്ട് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും നോക്കുമ്പോൾ തേർഡ് ഗ്രൂപ്പ് സെയിം പാറ്റേണിൽ വരണം. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ബാക്കി ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്തത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ എലിമിനേഷനിൽ മാക്സിമം ഫോക്കസ് ചെയ്യുക. നിങ്ങൾ സബ് ഡിവൈഡ് ചെയ്ത് വെക്കുക, ഗ്രൂപ്പുകളൊന്ന് എഴുതി വെക്കുക, ഗ്രൂപ്പുകളൊന്ന് ഒബ്സർവ് ചെയ്യുക. എന്താണ് എവിടെയാണ് പാറ്റേൺസ് ഉള്ളത്. അപ്പൊ നമുക്ക് ചില സമയങ്ങളിൽ ആ 3 ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ഇവിടെ 3 ഗ്രൂപ്പ്സും സെയിം ആയിരുന്നു, ചിലപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആയിരിക്കും സെയിം ആവുക. അപ്പൊ അങ്ങനത്തെ പോസിബിലിറ്റീസ് ഒക്കെ നോക്കുക. പിന്നെ ഇപ്പൊ നമ്മൾ എപ്പോഴും 6x3 6 ഗ്രൂപ്പ്സ് ഉള്ള 3 മെമ്പേഴ്സ്, സിക്സ് മെമ്പേഴ്സ് ഉള്ള 3 ഗ്രൂപ്പ് ആക്കാൻ പറയുന്നുണ്ടെങ്കിലും അത് എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ല. ചില സമയത്ത് ഇനിയിപ്പം 3x6 ചെയ്യുമ്പോഴായിരിക്കും, 3 മെമ്പേഴ്സ് ഉള്ള 6 ഗ്രൂപ്പ് ആക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ആൻസർ കിട്ടുക. അപ്പൊ അത് സ്ട്രിക്റ്റ് ആയിട്ട് റൂൾ അല്ല, പക്ഷെ ഫസ്റ്റ് പ്രയോറിറ്റി അതിന് കൊടുത്തു നോക്കുക, ചെയ്ത് നോക്കുക എന്നാണ് ഈ ഒരു മൊമെന്റിൽ അതിനെപ്പറ്റി പറയാനുള്ളത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്ത് 26 30 കഴിഞ്ഞാ 36. ഓക്കെ, 36. ഇതിന് മുമ്പും ഒരുപാട് വട്ടം ആ പാറ്റേണിൽ വന്നിട്ടുള്ളതാണ്. അതൊന്ന് നോക്കുക. 36 നോക്കുക. തേർട്ടി സിക്സ് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇതേ പാറ്റേണിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വട്ടം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഫ്രാക്ഷൻ ഇൻവോൾവ് ആണ്. നമുക്കത് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഓക്കെ ആദ്യം 24 എന്തായിരുന്നു, ഇവിടെ എക്സ് എന്ന വാല്യൂ അറിയില്ല, അതവിടെ നിൽക്കട്ടെ. ആദ്യം 24 എക്സ് ആയി, എക്സ് പിന്നെ 12 ആവുന്നുണ്ട്. പക്ഷെ 12 പിന്നെന്താ 24 എന്തായാലും എക്സ് ആയി, എക്സ് 12 ആയി. പക്ഷെ 24 12 നോക്കുമ്പോൾ എന്താ ഒന്ന് റെഡ്യൂസ് ആയി. പക്ഷെ പിന്നെ അങ്ങോട്ട് എന്താ 18 ആവുന്നു, 36 ആവുന്നു, 90 ആവുന്നു. ആദ്യം ഹയർ വാല്യൂ ഒന്ന് റെഡ്യൂസ് ആയി, പിന്നെ അങ്ങോട്ട് എല്ലാം ഹയർ ആണ്. അപ്പം നമുക്ക് ഇന്നത്തെ കാര്യത്തിൽ എന്തോ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇൻവോൾവ് ആണ്. പക്ഷെ റെഡ്യൂസ് ചെയ്ത് പിന്നെ ഹയർ ആവുന്ന നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഫ്രാക്ഷൻ ഇൻവോൾവ് ആണ്. ഇപ്പൊ 24 യൂഷ്വലി ഈ ഫ്രാക്ഷൻസിൽ വരുന്ന പാറ്റേൺസ് എന്താ? ഇൻറ്റു 1/2, ഇൻറ്റു 2/2, ഇൻറ്റു 3/2 അങ്ങനെ പോകുന്ന പാറ്റേൺ ഉണ്ട്. അതല്ലാതെ നമുക്ക് ഇൻറ്റു 1/2, ഇൻറ്റു 3/2, ഇൻറ്റു 5/2 അങ്ങനെ പോകുന്ന പാറ്റേൺസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഏതാണെന്ന് നോക്കാം. 24 ഇൻറ്റു 1/2 ചെയ്യുമ്പോൾ എനിക്ക് 12 കിട്ടി. ഇനി 12 ഇൻറ്റു ഇവിടെ 12 ആണെങ്കിൽ അടുത്ത വീണ്ടും 12 ആണെങ്കിൽ ഇൻറ്റു 2/2, 12 ഇൻറ്റു 1 തന്നെയാവും, 12 തന്നെ കിട്ടി. അടുത്ത അങ്ങനെയാണെങ്കിൽ 12 ഇൻറ്റു 3/2 നോക്കാം.
ഇവിടെ എന്താ 6 വരും, 18 വരുന്നുണ്ട്. അടുത്തത് 18 × 4/2. അതെന്താ ഇവിടെ എനിക്ക് ഇവിടെ എന്താ 36 എന്ന് കിട്ടും. അപ്പൊ ആ പാറ്റേൺ ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് ഫ്രാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു വാല്യൂ തന്നു, അത് റെഡ്യൂസ് ആവുന്നതിന് പിന്നെ ഇൻക്രീസ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ഇൻവോൾവ് ആണ്. റെഡ്യൂസ് ചെയ്ത് ഇൻക്രീസ് ആവുമ്പോൾ ഫ്രാക്ഷൻ ഇൻവോൾവ് ആണെന്ന് മനസ്സിലാക്കുക. ഇവിടുത്തെ പാറ്റേൺ × 1/2 × 1/2 × 2/2 × 3/2. പക്ഷെ ഇതിൽ ഈ രീതിയിലും 1/2 3/2 5/2 7/2 അങ്ങനത്തെ ഒരു പാറ്റേൺസും വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ? എക്സിന്റെ വാല്യൂ 12 ആണ്. ബി വിൽ ബി ദി ആൻസർ. റെഡി ആണോ? ഓക്കെ ആണോ? ഒരു മിനിറ്റ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഈ പാറ്റേൺ മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. റെഡി ആണോ? പറഞ്ഞേ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നമ്പർ 36 കഴിഞ്ഞാൽ 40 ആണ്. 40 ആകുമ്പോൾ നമുക്ക് ഞാൻ പറയാം, മുമ്പും പറയാറുണ്ട്. അതായത് PYQs നമുക്ക് നോക്കുന്നതിൽ നമുക്ക് എന്താ ഒരു ക്ലാരിറ്റിയാണ് കിട്ടുക. ഇതിനു മുമ്പ് എന്ത് ചോദിച്ചിട്ടുണ്ട്, ഏത് രീതിയിലാണ്, അതൊന്ന് ഒരിക്കലും നമ്മൾ ബാക്കിയുള്ള ഇതേ സിലബസ് വരുന്ന SSC പോലത്തെ എക്സാംസ് ആയിട്ട് UPSC കമ്പയർ ചെയ്യുമ്പോൾ UPSC ഒരു അതിന്റെ ഒരു ലെവൽ UPSC മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ എല്ലാ ഇയേഴ്സിലും എക്സാമിന്റെ സ്ട്രക്ചറിലാണെങ്കിലും ആ ക്വസ്റ്റ്യൻ അറേഞ്ച്മെന്റിലാണെങ്കിലും CSAT കേസിലും GS കേസിലായാലും അവരെന്താ പല പല ഡിഫറെന്റ് പാറ്റേൺസ് അവർ കൊണ്ടുവരാറുണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ട് CSAT PYQs നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതിനു മുമ്പ് എന്ത് ചോദിച്ചിട്ടുണ്ട്, ഏത് രീതിയിലാണ് തൊട്ട് മുമ്പത്തെ ഇയേഴ്സ് ആയാലും അതിന് മുമ്പത്തെ ഇയേഴ്സ് ആയാലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സിന് ഒരു പ്രയോറിറ്റി കൊടുക്കാം, എങ്ങനത്തെ കണ്ടന്റ് പഠിക്കണം. അതല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ ഈ 40 നോക്കുമ്പോൾ നമ്മൾ 24 ചോദിച്ച ഒരു ക്വസ്റ്റ്യന്റെ ഒരു സിമിലർ 23 ചോദിച്ച ഒരു ക്വസ്റ്റ്യന്റെ സിമിലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് അന്ന് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത ആൾക്ക് ഇത് എളുപ്പമാവും. അത്രേ ഉള്ളൂ. അന്ന് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത ആൾക്ക് ഒരു പാറ്റേൺ, അവർക്ക് ഒരു ഇൻഫർമേഷൻ അവരുടെ കയ്യിലുണ്ടാവും. ആ ഇൻഫർമേഷൻ അറിയുന്ന ആൾക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പം അങ്ങനെ നമ്മൾ ഒരു റീസെന്റ് ഇയേഴ്സിൽ ഒരു 10 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കൊരു മുമ്പ് ഒരു PYQ ചെയ്തതിന്റെ പേരിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റി, ഡയറക്റ്റ് ആയിട്ട് കിട്ടി എന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 എക്സാംസ് ഒക്കെ ഉണ്ടാവുള്ളൂ ലാസ്റ്റ് 10 ഇയേഴ്സിന്റെ ഇടയിൽ. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് PYQs നമുക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചില സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. അതല്ലാതെ ഇങ്ങനെ കിട്ടാൻ നമുക്ക് ഇങ്ങനെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല PYQs ചെയ്യേണ്ടത്. നമുക്ക് എപ്പോഴും PYQs ചെയ്യേണ്ടത് ഒരു ക്ലാരിറ്റി കിട്ടാനാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിന് അവരെങ്ങനെയാണ് ഇതുവരെ ചോദിച്ചത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾ PYQs നല്ലപോലെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ ബെനിഫിറ്റ്സ് ഉണ്ടാവാറുണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് 40. പക്ഷെ അത് വളരെ റെയർ ആയിട്ട് ഒരു 10 ഇയേഴ്സിൽ 1 2 ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ വന്നിട്ടുള്ളത്. റെഡിയാണോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ?
ഇവിടെ കൊടുത്തിട്ടുള്ളത് n സ്ക്വയറിന്റെ വാല്യൂ 1 2 3 4 5 6 7 8 9 പിന്നെ 8 7 6 5 4 3 2 1 എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഒരു മിനിറ്റ്. അപ്പൊ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്നിൽ എത്ര വാല്യൂസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുള്ളത്. ഒരു മിനിറ്റ്. ഓക്കെ, ഡി അല്ല നമുക്ക് വരിക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് എന്താ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നത് 9 ടൈംസ് എഴുതി. ഓക്കെ, 9 ടൈംസ് എഴുതി എന്നിട്ട് അങ്ങനെ ഒരു മിനിറ്റ്. 1 2 3 4 5 6 7 8 4 5 6 7 9 ടൈംസ് എഴുതി എന്നിട്ട് അതിനോട് അതന്നെ പ്രൊഡക്റ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ആൻസറിന്റെ ഡിജിറ്റുകളുടെ സം എന്തായിരിക്കും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിലൂടെ ഒക്കെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു കാര്യം നോക്കാം. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. 11 ഇൻറ്റു 11 11 1 2 1 വരും. അതേപോലെ 111 ഇൻറ്റു 111 അത് ആൻസർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ആൻസർ ചെയ്യുമ്പോൾ 1 2 3 1 2 എന്ന് വരും. ഇനി 4 വട്ടം 1 എഴുതി അതിനോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ആൻസർ വരിക? n സ്ക്വയറിന്റെ വാല്യൂ ചോദിച്ചത് ഇവിടെ ഇവിടെ ചെയ്യുമ്പോൾ സം എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 ഉണ്ടാവും, 1 2 3 ഉണ്ടാവും. ഇങ്ങനെയാണ് അതിന്റെ വാല്യൂസ് വരിക. ഇവിടെ ഒരു പാറ്റേൺ മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാ വരുന്നത്? അപ്പം ഇതില് n സ്ക്വയറിൽ ഇപ്പം നമുക്ക് എന്താ 111 എടുത്തപ്പം 4 വട്ടം 1 വന്നു. അപ്പൊ മിഡിൽ ടേം എന്താ 4 ഉണ്ടാവും. നമ്മൾ 4 ടൈംസ് എടുത്തിട്ട് അതിന്റെ സ്ക്വയർ ആണ് എടുത്തതെങ്കിൽ അതിന്റെ മിഡിൽ ടേം ആയിട്ട് ഒരു 4 ഉണ്ടാവും. എന്നിട്ട് ഇപ്പുറത്തും 1 2 3 ഉണ്ടാവും, അതിന്റെ ഇപ്പുറത്തും 1 2 3 ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ നമ്പർ നോക്കുമ്പം നടുവിൽ 9 വന്നിട്ടുണ്ടെങ്കിൽ 9ന്റെ അപ്പുറത്തേക്ക് 1 2 3 4 5 6 7 8 ഉണ്ട്, ഇപ്പുറത്തും 1 2 3 4 5 6 7 8 ഉണ്ടെങ്കിൽ ഇതെന്താണ്? n സ്ക്വയറിന്റെ വാല്യൂ എന്താ? ഇവിടെ 9 വട്ടം 1 എഴുതി അതിനോട് തന്നെ, അതായത് 9 ടൈംസ് 1 എഴുതി അതിന്റെ സ്ക്വയർ എടുത്തതാണ്. അതാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടുക. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ചില ഇത് ഒരു വട്ടം 23-ല് UPSC ചോദിച്ചുകൊണ്ട് പിന്നെ വീണ്ടും 25-ൽ ഇത് റിലേറ്റഡ് അതിന്റെ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസിലൊക്കെ റീസെന്റ് നിങ്ങൾ എഴുതിയ പല ടെസ്റ്റ് സീരീസിലും ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം ഇതിന്റെ വേറെ പല വേരിയേഷൻസ്, ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പല വേരിയേഷൻസ്. അപ്പൊ നമുക്കത് 2 വട്ടം അവർ ചോദിച്ചതുകൊണ്ട് ഇനി ചിലപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. നമുക്ക് ഇങ്ങനെ സ്ക്വയർ എടുക്കുമ്പോൾ ഈ രീതിയിൽ ആ ചിലപ്പോൾ ഇനി ചോദിക്കാം ഇതിപ്പം 10 വട്ടം 1 എഴുതി എന്നിട്ട് അതിന്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂന്റെ സം എന്താണ്? ആ ഇതിന്റെ ഫൈനൽ ആൻസറിന്റെ ഡിജിറ്റുകളുടെ വാല്യൂസിന്റെ സം എന്താണ്? അതല്ലെങ്കിൽ നമുക്ക് അങ്ങനെ 10 വട്ടം എഴുതി അതിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടാവും? അപ്പൊ നമ്മള് 10 വട്ടം എഴുതിയ നടുവിൽ 10 ഉണ്ടാവും, അപ്പുറത്തേക്ക് 9 ഉണ്ടാവും, ഇപ്പുറത്തേക്ക് 9 ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഐഡിയ ഉണ്ടാവുക. ആ ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് ഇന്ന് വേണ്ടത്. ഇവിടെ എന്താ ഓപ്ഷൻ ബി വിൽ ബി ദി ആൻസർ. റെഡിയാണോ? കാര്യം മനസ്സിലാവുന്നുണ്ടോ? ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? ഓക്കെ, 45 നോക്കിയേ. 45 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ 45 48 നോക്കിയേ. 48 45 അല്ല 48 നോക്കാം. ഞാൻ പറയാം 45 ഞാൻ പറയാം. 48 നോക്കിയേ.
ഓക്കെ. 48 ഏത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? 48 എന്ന് പറഞ്ഞാൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. സോ 48 നോക്കുമ്പോൾ ഇതിൽ 489th ഡിജിറ്റ് ഇൻ ദ നമ്പർ. ഇപ്പൊ ഈ പാറ്റേൺ ഇങ്ങനെ എഴുതി പോകുമ്പോൾ 489th ഡിജിറ്റ് എന്താ വരിക എന്നുള്ളതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന കോൺസെപ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു നമ്മൾ പേജിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് എന്താ ഒരു 9 പേജസ് ഉള്ള ഡിജിറ്റ് ഒരു ബുക്ക് ആണെങ്കിൽ അതിൽ വെറും 9 പേജസ് ഉള്ളെങ്കിൽ 9 ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുക. 99 വരെ പേജ് ഉണ്ടെങ്കിൽ 9 പേജസ് കഴിഞ്ഞ ബാക്കി 90 പേജസിൽ നമ്മൾ ഓരോ പേജിലും നമ്മൾ എന്താ 2 ഡിജിറ്റ്സ് യൂസ് ചെയ്യും. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് 180 ഡിജിറ്റ്സ് വരും. അപ്പൊ ഇവര് ചോദിച്ചിട്ടുള്ള എന്താ 489 ഡിജിറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ 489th ഡിജിറ്റ് എന്തായിരിക്കും? ഈ പാറ്റേൺ ഇങ്ങനെ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെ എഴുതി പോവാണ്. അങ്ങനെയാണെങ്കിൽ 489th പ്ലേസിൽ എന്താണ് വരിക എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ വരെ എന്താ 9 ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം ഇനി നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ 99 വരെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ 90യുടെ 1 to 9 വരെ 9, പിന്നെ 90 to 90 വരെ 99 വരെ എഴുതുമ്പോൾ ബാക്കി 90യിൽ 180 ഡിജിറ്റ്സ്. അപ്പൊ എന്താ 1 to 99 വരെ അവര് 189 ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് 489 കാണണ്ടേ. സോ 489 189 സബ്ട്രാക്ട് ചെയ്ത ബാക്കി 300. ഈ 300 എവിടെയാണ്? 100 to 199 വരെ ഉള്ള ബാക്കി 100 പേര്. കാരണം ഇതെല്ലാം 3 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പം ഈ 100 to 199 വരെയാണ് 300 പേര്. അപ്പം ഈ 300ഉം ഈ 189ഉം കൂടി കൂട്ടുമ്പോഴാണ് 489 ഡിജിറ്റ്സ് ആവുക. ക്ലിയർ ആവുന്നുണ്ടോ? കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഫസ്റ്റത്തെ 9 വരെ 9 ഡിജിറ്റ്സ്, പിന്നെ 10 to 99 വരെ നമുക്ക് 90 ഡിജിറ്റ്സിൽ 180 പേര്. അപ്പൊ എന്താ ഇപ്പൊ ഇതുവരെ 1 to 99 വരെ 189 ആയി. ആ 189 എവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു? 489 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 300 ഡിജിറ്റ്സ് എങ്ങനെയായത്? 100 to, കാരണം നമ്മൾ 100 എന്ന് 3 ഡിജിറ്റ് നമ്പർ ആണ്. 100 to 199 വരെ നോക്കുമ്പോൾ 100 ഡിജിറ്റ് അതും കൂടി വരുമ്പോഴാണ് ഈ 189ന്റെ കൂടെ 300 കൂടി വരുമ്പോഴാണ് 489th ഡിജിറ്റ് ആവുക. ഇവര് ഈ രീതിയിൽ എഴുതി പോകുമ്പോൾ 489th പ്ലേസിൽ അതൊരു ഡിജിറ്റ് ആയി വരുമ്പോൾ അവിടെ എന്താണ് 489th പൊസിഷനിൽ എന്താ വരിക? ഇതാണ് വരിക, 9 ആണ് വരിക. കാരണം 199 ആയിരിക്കും 489th ഡിജിറ്റ് ആയിട്ട് വരിക. കാര്യം മനസ്സിലാവുന്നുണ്ടോ? കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? സാർ റെഡിയാണോ? മനസ്സിലായില്ല സാർ. ആ ടെൻസ് പ്ലേസ് തൊട്ട് എടുക്കുന്നത് എങ്ങനെയാണ്? എടുത്തിട്ട് ആ 189 വരുന്നതെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? 10th പ്ലേസ് അല്ല, നമ്മള് 1 to 9 വരെ 9 ഡിജിറ്റ് യൂസ് ചെയ്യും. പിന്നെ 10 മുതൽ 99 വരെ ഉണ്ടെങ്കിൽ എത്രയാണ്? ഓരോ ആള് എഴുതുമ്പോൾ 2 ഡിജിറ്റ് യൂസ് ചെയ്തു. ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 90 നമ്പേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ എത്ര ഡിജിറ്റ് യൂസ് ചെയ്യും? 2 into 90 180 ഡിജിറ്റ് യൂസ് ചെയ്യും. നമ്മളിങ്ങനെ ഇതേപോലെ എഴുതുമ്പോൾ 1 to 9 വരെ 9th പ്ലേസിൽ 9 ഡിജിറ്റ് യൂസ് ചെയ്തു. പിന്നെ 10 മുതൽ നമ്മൾ 99 വരെ എഴുതുമ്പോൾ ഈ 99 വരെ 189th പൊസിഷനില്ല. കാരണം ഈ 9 പേര് കഴിഞ്ഞ് പിന്നെ ഈ 90 പേര് ഓരോ ആളും 2 ഡിജിറ്റ് ആയിട്ട് റെപ്രസെന്റഡ് ആവുന്നത്. അപ്പൊ എന്താ 90 into 2 180. പിന്നെ ഈ 9 കൂടി വരുമ്പോൾ 189th പൊസിഷനിലാണ് ആര് വരിക? 99 വരിക. ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? കാര്യം മനസ്സിലാവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ.
ഓക്കെ, അങ്ങനെ അപ്പൊ എന്താ 489 ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഇതുവരെ 189 ആയി. അപ്പൊ എന്താ ബാക്കി 300 വേണം. 300 300ാമത്തെ ആൾ ആരാന്ന് കണ്ടുപിടിക്കണം. അപ്പം 99 വരെ എഴുതിയപ്പോ 99ാമത്തെ ആൾ എന്താ 189 ക്വസ്റ്റ്യൻ അല്ല, ബാക്കി 300 ആളോട് മുമ്പോട്ടുണ്ട്. 300 ആൾ എങ്ങനെയാ വന്നത്? 100 മുതൽ ഇനി അങ്ങോട്ട് എന്താ ഓരോ ആളും 3 ഡിജിറ്റ്, 100 വരുമ്പോ 100 3 പ്ലേസ് എടുക്കും. 100 to 199 വരുമ്പോ 100 നമ്പേഴ്സ് ഉണ്ട്. ഓരോ നമ്പറിനും മൂന്നാളെ സ്പേസ് വേണം. അപ്പൊ എന്താ 300. അപ്പൊ ഈ 300ഉം ഈ 189 കൂടി കൂട്ടുമ്പോ 489 പ്ലേസസ് ആയി. അപ്പം ഈ 489 പ്ലേസസ് ആയപ്പോഴാ ഈ 199 കൂടി വരുമ്പോഴാ അപ്പം ഇവിടെ ഈ 489 പ്ലേസിൽ ആരാ വരാ? 199 വെക്കുമ്പോഴാണ് 489 നമ്പേഴ്സ് ആവുക, 489 ഡിജിറ്റ്സ് ആവുക. അപ്പം ആ 489th ക്വസ്റ്റ്യനിൽ ആരാ വരിക? 9 ആണ് വരിക. കാരണം 199 കൂടി വരുമ്പോഴാണ് 489 ഡിജിറ്റ്സ് അതിൽ വരിക. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആവുന്നുണ്ടോ? സോ ഡി വിൽ ബി ദി ആൻസർ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച പല കോൺസെപ്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതേ കോൺസെപ്റ്റ് വെച്ചിട്ട് പേജിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം പേജിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അറേഞ്ച്മെന്റിൽ 260 പേജസിൽ എത്ര ഇത് യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഇതിൽ എന്താ പറഞ്ഞത്, നമുക്ക് PYQs നമ്മൾ സോളിഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ ഇൻഫോർമേഷൻ അത് ഡയറക്റ്റ് ആയി ചോദിച്ചില്ലെങ്കിലും നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് കൊണ്ട് കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഇത് ചെയ്യാത്ത ഒരാൾക്ക് എന്താ, ഇതൊക്കെ പുതിയൊരു കാര്യമായിരിക്കും. ഇതെന്താണ്, ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുക, എന്താണ് ക്വസ്റ്റ്യൻ പോലും മനസ്സിലാവും. പക്ഷെ നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റും, കാര്യം മനസ്സിലാവും. നമുക്ക് മുമ്പ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്താൻ പറ്റും. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയുള്ള ഡേയ്സിൽ ഇതേപോലെ PYQs റിവൈസ് ചെയ്യാം, നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ്സ് റിവൈസ് ചെയ്യാം. ഒരു എങ്ങനെ വന്നാലും നിങ്ങൾ ആ ഇനിയുള്ള ദിവസങ്ങളിൽ എക്സാമിന്റെ ആ പ്രോപ്പർ ആ 9 to ഒരു 4:30 വരെ നിങ്ങൾ ഒരു എക്സാം ഹോളിൽ നിങ്ങൾ ഇരിക്കുന്ന പോലെ അങ്ങനെ നിങ്ങളുടെ ആ ബോഡി സൈക്കിളൊക്കെ അങ്ങനെ പ്രിപ്പയർഡ് ആവാം. കാരണം ഒരു 9:30 to 11:30 വരെ നിങ്ങൾ OMR ചെയ്യുന്നതും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന രീതിയിലാക്കുക. പിന്നെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുക, പിന്നെ വീണ്ടും CSAT പഠിക്കുക, അങ്ങനെ കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എന്ന രീതിയിൽ പോവുക. ഇപ്പൊ എനിക്ക് ചെറിയൊരു ഒരു 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 അർജന്റ് കാര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പം ഈ സെഷൻ എൻഡ് ചെയ്യാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ 2 സെഷൻ ശേഷം നമുക്ക് PYQs കവർ ചെയ്യണം. ഒരു മൊത്തത്തിൽ ഒരു കവറേജ് നമുക്ക് എടുക്കാം. ഓക്കെ, ചെറിയൊരു എമർജൻസി ഉണ്ട്. റെഡിയാണോ? എന്തെങ്കിലും സാർ ഒരു ഡൗട്ട് ഉണ്ട് സാർ. 10 തൊട്ട് 10 to 99 വരെ എനിക്ക് എപ്പോഴും ഒരു ഡൗട്ട് ഉള്ളത് സാർ, നമ്മൾ 10 to 99 വരെ എടുക്കുമ്പോൾ എത്ര ഡിജിറ്റ് ഉണ്ട്? അപ്പൊ ഞാൻ ചിന്തിക്കാറ് 99 മൈനസ് 10 പ്ലസ് 1, അത് ആ കോൺസെപ്റ്റ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? എനിക്ക് എപ്പോഴും മിസ്പ്ലേസ് ആയി പോകുന്നുണ്ട് സാർ. ഒന്നൂടി പറയൂ. 10th ആ ചെറിയ പോർഷൻ ക്ലിയർ ആയില്ല. അതായത് ഇപ്പൊ ഉം, ഞാനിപ്പോ ചെയ്തെന്ന് പറയുമ്പോ ഉം, 99 മൈനസ് 10, എന്നിട്ട് ഉം. അപ്പോ നമ്പർ എത്ര ഡിജിറ്റ് വന്ന് കിട്ടുമല്ലോ, എന്നിട്ട് അത് പ്ലസ് 1. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് എന്റെ മൈൻഡിൽ കിടക്കണം. അത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. സാർ ഇപ്പൊ പറഞ്ഞപ്പോ അപ്പൊ ഇവിടെയാണ് ഉപയോഗിക്കേണ്ടത്, അതോ വേറെ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എനിക്ക് അറിയില്ല. അതെങ്ങനെയാണ് സാർ ചെയ്യേണ്ടത്? നമുക്കിപ്പം 90 to 10 to 99 വരെ എത്ര പേജസ് ഉണ്ടാവും ആ കാര്യത്തിലാണ് ഇപ്പൊ ഡൗട്ട് ഉള്ളത്. അതെ, ഞാൻ പറഞ്ഞത് മനസ്സിലായി. കാരണം ഞാൻ ഇത് കണ്ടപ്പോ തന്നെ ഞാൻ ആദ്യം ചെയ്തത് 99 മൈനസ് 10 ആണ് ചെയ്തത്. അപ്പോ പക്ഷെ സാർ ഇപ്പോ ഇവിടെ 90 ഇൻറ്റു 2 എടുത്തിട്ട് എനിക്ക് 89 എങ്ങാണ്ട് അങ്ങനെ എങ്ങാണ്ട് നമ്പർ വന്നു അത് ചെയ്തപ്പോ. ഇത്രയേ ഉള്ളൂ പരിപാടി. അതായത് നമുക്ക് എന്താ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ നമ്മൾ പോകണമെന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് 1 to 9 വരെ എഴുതുമ്പോൾ ഞാൻ 9 ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സിംഗിൾ ഡിജിറ്റ്, സിംഗിൾ പേജസ് ആണ്, സിംഗിൾ ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുക. പിന്നെ പിന്നെ 2 ഡിജിറ്റ്സ് എവിടെയാണ് വരുന്നത്? 10 to 99 വരെയാണ് 2 ഡിജിറ്റ്സ് വരിക. അപ്പം നമ്മള് ഈ 1 to 100 നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. 1 ഡിജിറ്റ്സ് വരുന്ന പ്ലേസസ് ഉണ്ട്. അത് 1 ഡിജിറ്റ്സ് വരുന്നത് 1 to 9. 2 ഡിജിറ്റ്സ് വരുന്നത് 10 to 99. അതേപോലെ 3 ഡിജിറ്റ്സ് വരുന്നത് 100 മാത്രം. 1 to 100 വരെയുള്ള 100 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അത് 3 രീതിയിലാണ് സ്പ്ലിറ്റ് ആയിട്ടുള്ളത്. 1 to 9 വരെ സിംഗിൾ ഡിജിറ്റ്, 10 to 99 വരെ എന്തുണ്ട്? 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ 3 ഡിജിറ്റ്.
ഇതെന്താ 9 പോയി, ഇവിടെ എന്താ 90 നമ്പേഴ്സ് ഉണ്ടാവും. കാരണം ഇവിടെ ഇനി എന്താ വേണ്ടത്, ഒരു 10 നമ്പേഴ്സ് വേണം. ഇവിടെ 9ഉം ഇവിടെ ഒരാളും കൂടി വരുമ്പോഴാണ് മൊത്തം 1 to 100 വരെ 100 നമ്പേഴ്സ് ഉള്ളത്. 100 നമ്പേഴ്സിന് എങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുള്ളത് 3 രീതിയിലാണ്. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. 100 വരെയുള്ള നമ്പേഴ്സിനെ 3 രീതിയിൽ സ്പ്ലിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സിംഗിൾ ഡിജിറ്റ് വരുന്നത്, 2 ഡിജിറ്റ് വരുന്നത്, 3 ഡിജിറ്റ് വരുന്നത്. അപ്പോൾ സിംഗിൾ ഡിജിറ്റ് വരുന്ന 9 പേരുണ്ട്. പിന്നെന്താ 3 ഡിജിറ്റ് വരുന്ന ഒരാളുണ്ട്, അപ്പൊ 10 പേരായി. പിന്നെ ബാക്കി 90 പേര് എന്തായിരിക്കും, 2 ഡിജിറ്റ് ആയിരിക്കും. അപ്പൊ 90 പേര് 2 ഡിജിറ്റ് വരുമ്പോൾ 90 നമ്പേഴ്സ് ഉണ്ട്. ഓരോ നമ്പറും 2 ഡിജിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. 90 ഇൻറ്റു 2 ഉണ്ടാ 180 റെപ്രസെന്റേഷൻസ് വരും. ഈ 100ന് 100ന് റെപ്രസെന്റ് ചെയ്ത് 3 ഡിജിറ്റ് ഉപയോഗിച്ചിട്ടാ. അങ്ങനെയാണ് ഇതിന്റെ കോൺസെപ്റ്റ് ഡെവലപ്പ് ആവേണ്ടത്. ആ രീതിയിൽ ആലോചിച്ചാൽ മതി. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? 100ന് ഓക്കെ സ്പ്ലിറ്റ് സാർ. ചെയ്ത് അപ്പൊ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു സാർ, ഇപ്പോ 99 മൈനസ് 10 പ്ലസ് 1 എന്ന് പറയുന്നില്ല, അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? ആ ഒരു 99 അത് എനിക്ക് ക്ലിയർ ആവുന്നില്ല എന്താ ഉദ്ദേശിക്കുന്നത്. എവിടെ നമുക്കിപ്പം ചില നമ്മളിപ്പം നമുക്കിപ്പം ഇങ്ങനെ ചെയ്യാം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഇപ്പം ഒരു പാറ്റേൺ പോവാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 99നും 10നും ഇടയിൽ, സപ്പോസ് 99നും 10നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ ഇപ്പം കോൺസിക്യൂട്ടീവ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇവിടെ ഓരോ നമ്പേഴ്സിന്റെ ഇടയിൽ ഡിഫറൻസ് 1 വെറും 99നും 10നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കുകയാണെങ്കിൽ എന്താ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്താ 89 കിട്ടും. ഓക്കെ, പ്ലസ് 1 ചെയ്യാം. അപ്പൊ ടോട്ടൽ എത്ര നമ്പേഴ്സ് 99 to 10 എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ 89 നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ ഇൻക്ലൂഡിങ് 99നും 10നും ആണെങ്കിൽ മൊത്തം 90 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ അത് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അവിടെ ഈ ബിറ്റ്വീനും ഫ്രമുമാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ബിറ്റ്വീൻ 90 ബിറ്റ്വീൻ ആണെങ്കിൽ ബിറ്റ്വീൻ 89 ആണ്. 89നും 10നും ഇടയിൽ 89 നമ്പേഴ്സ് ഉണ്ട്. ആ ഓക്കെ, ഇത് രണ്ടും ഓക്കെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ 90 നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആ കോൺസെപ്റ്റ് ഇവിടെ അല്ലേ ഉപയോഗിക്കേണ്ടതല്ലേ? ഞാൻ ഇവിടെ എപ്പോഴും അല്ല, അതെടുത്ത് ഇവിടെ ഉപയോഗിക്കും. ഇവിടെ നമുക്ക് ആ കോൺസെപ്റ്റ് അറിയണം. കാരണം എന്താ, നമ്മൾ അത് വേറെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രേ ഉള്ളൂ. നമ്മൾ 9 സിംഗിൾ ഡിജിറ്റ് വന്നു. പിന്നെ അത് ഇങ്ങനെ മനസ്സിലായി 100 നമ്പേഴ്സിൽ 9 പേര് എന്താണ് സിംഗിൾ ഡിജിറ്റ് ആണ്. പിന്നെ ഒരാൾ 3 ഡിജിറ്റ് ആണ്. അപ്പൊ ബാക്കി 90 പേര് എന്തായിരിക്കും, 2 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഷെഡ്യൂൾ ചെയ്യാൻ ഇട്ട പോലെ തന്നെ 2 to പിന്നെ നമുക്ക് 6 to ആ 2 സെഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് മാക്സിമം കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. സാർ നമ്പർ സിസ്റ്റത്തിന്റെ ബാക്കി പോർഷൻ എടുക്കുന്നുണ്ടായിരിക്കും. നമ്മൾ നാളെ കവർ ചെയ്യും. നമ്മൾ ഇതിന്റെ ബാക്കി പോർഷൻസ് എല്ലാം കൂടി നമ്മൾ നാളെ കൂടി സെറ്റ് ചെയ്യും. ഓക്കെ, ഇന്ന് ചെറിയൊരു ഓക്കെ സാർ. മെഡിക്കൽ ഒരു ചെറിയൊരു എമർജൻസി ഉള്ളതുകൊണ്ടാണ്.